ഈ അനുഗ്രഹീതമായ സമയം മനോഹരമായ ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മലമുകൾ ഏറി നീ ഞങ്ങൾക്കായി, കാൽവരി മലമുകൾ ഏറി നീ ഞങ്ങൾക്കായി, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയരകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയരകിയ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാരാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാരാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോ, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കും തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കും തന്നവോ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമി ആശ്രയിപ്പാരാരുമേ, നീയല്ലാതില്ല ഭൂമി ആശ്രയിപ്പാരാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ജാതി മതഭേദമന്യേ വർഗവർണ്ണ വ്യത്യാസമന്യേ പണ്ഡിതനെന്നോ പാമനെന്നോ വ്യത്യാസമില്ലാതെ ആർക്കും എപ്പോഴും കടന്നു ചെല്ലുവാനുള്ള ഏക ഇടം യേശുവിന്റെ സന്നിധാനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും,
രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നനായ മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നനായ ഇനി കല്ലും ഭയാനന്ദ ബുദ്ധിയൂമിനെ നമ്മൾ വെല്ലുവിളിക്കുകയാൽ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുന്നായ ദിനം ഞാനും എന്നേക്കും ജീവിക്കുകയാണ്. ജീവിക്കുന്നായ ദിനം ഞാനും എന്നേക്കും ജീവിക്കുകയാണ്. ഇനി തന്നെ ഒരു ജീവിതമേ എനിക്കെല്ലാം എന്നെ സുഖത്തേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഉലകമഹാത്മാവ് അഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാത്മാവ് അഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം ആരുവിൻ സോദരരേ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം ആരുവിൻ സോദരരേ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിവ നരനാ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിവ നരനാ. ദൈവകോപത്തിൽ വെന്തരിച്ചവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിച്ചവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം ആടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം ആടുവിൻ സോദരരേ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ.
വളരെ മനോഹരമായ ഗാനങ്ങൾ നാം ശ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് അല്പസമയം നാം പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, ദൈവമുഖത്തേക്ക് നോക്കാം. ഇന്നു രാത്രിയിലും ഇവിടെ ക്രമീകരിക്കപ്പെട്ടതായ ഈ യോഗങ്ങളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം പകരപ്പെടുവാൻ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നവൻ, അവൻ ഇന്നും നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളുന്ന കർത്താവാകയാൽ അല്പസമയം ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവ്. ഇന്നു രാത്രി ദൈവജനമാകുന്ന നാം ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുമ്പോൾ കർത്താവ് ഇവിടെ ഈ പാർക്കിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. കർത്താവിൻ്റെ ദാസന്മാർ 2 പേര്, പാസ്റ്റർ ജോഫി ചെറിയാനും പാസ്റ്റർ ഫെർഡിനൻഡ് മുൻപോട്ട് കടന്നു വന്ന് തുടർന്നുള്ള യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വൈകിയ സമയത്ത് കർത്താവേ, നിന്റെ പാദപീഠത്തിൽ കർത്താവേ, സ്തോത്രം കർത്താവേ, ഈ മഹായോഗത്തിനായിട്ട് കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു ഓടുവാൻ ദൈവമേ നീ തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അല്പസമയം കർത്താവ് നിന്റെ പാട്ടുകൾ പാടുവാനും കർത്താവേ, സ്തോത്രം കർത്താവ്, നിന്റെ പ്രാർത്ഥനയിൽ കർത്താവെ ആയിരിക്കാനും ഒക്കെ കർത്താവെ നീ കൃപ തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവെ, അല്പസമയം കർത്താവെ നിന്റെ വചനമായിട്ട് കർത്താവെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവെ, നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ, നീ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, സ്തോത്രം കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്നവർത്തിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവമേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുവാൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവെ നീ ഞങ്ങളെ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അറിയുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ ഈ ദിവസങ്ങളിൽ നിന്റെ പാദപീഠത്തിൽ കർത്താവെ നിന്നെ അറിഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നിന്റെ പാദപീഠത്തിൽ നടന്നുകൊണ്ട് പോവാൻ ദൈവമേ നീ ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവെ, നീ രാത്രിയിൽ കർത്താവെ നീ അനുഗ്രഹിച്ച ദൈവം കർത്താവെ ഈ രാത്രികാലവും ദൈവമേ നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ ദൈവദാസനിൽ കൂടി കർത്താവെ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം കർത്താവെ, നീ ഞങ്ങൾ ഓരോരുത്തരെയും നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പസമയം കർത്താവ് നിന്റെ പാട്ടുകൾ കാണുവാൻ ദൈവമേ സ്തോത്രം കർത്താവെ, നിന്റെ ഘോരനെയും നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ അവരെ നീ അനുഗ്രഹിക്കുവാനെന്ന് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിന്നെയും കർത്താവെ അല്പസമയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളെ ബലപ്പെടുത്തണം, നീ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മനോമോധം അർപ്പിക്കുന്നു. കർത്താവെ, യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ കേൾക്കണമേ പിതാവേ. നമുക്ക് വീണ്ടും തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാഗ്ദങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹര വൈകുന്നേര സമയത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് ഹല്ലേലൂയ സ്തോത്രം സ്വർഗലോകം വിട്ട് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നു. കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഹല്ലേലൂയ ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അവസാനം ഹല്ലേലൂയ സ്തോത്രം അവിടുന്ന് ശിഷ്യന്മാർക്ക് സ്തോത്രം ഹല്ലേലൂയ അവിടുന്ന് കൽപ്പന കൊടുത്തു, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവിനെന്നുള്ള അവിടുത്തെ വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ സ്തോത്രം അനേകരെ കർത്താവിലേക്ക് വരുത്തുവാൻ തക്കവണ്ണം ഇന്ന് ഹല്ലേലൂയ സ്തോത്രം പൽക്കാലം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. 3 ദിവസ കൺവെൻഷൻ്റെ 2ാം ദിവസത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിച്ചു. ഇന്ന് ഹല്ലേലൂയ ഈ സന്ധ്യാസമയം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ തക്കവണ്ണം ചിലരുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ലുദിയയുടെ ഉള്ളത്തെ തുറന്ന കർത്താവ് സ്തോത്രം. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനിലേക്ക് വരുന്നില്ല എന്ന ദൈവത്തിൻ്റെ വചനമാകിയാൽ കർത്താവേ സ്തോത്രം ഈ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം അനേക മക്കൾ ഈ ദേശത്തുണ്ട്. കർത്താവേ സ്തോത്രം. അവർ അവിടുത്തെ മാറ്റമില്ലാത്ത ഈ വചനം കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ കടന്നു വന്നിരിക്കുന്നതായ വിലയേറിയ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. കേൾവിക്കാരായി കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് സ്തോത്രം മാനവരാശിയുടെ രക്ഷയ്ക്കായി കടന്നു വന്നുവെങ്കിൽ ജാതി മത ഭേദമന്യേ സകലരെയും അവിടുന്ന് സ്നേഹിക്കുന്നതായ ദൈവം കർത്താവേ സ്തോത്രം. അത് ഇന്ന് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അന്നത്തെ യോഗം
വളരെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടുന്നതായ സ്വരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മഹത്വപ്പെടുത്തി പാടുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ബലം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അനേകർ കടന്നു വന്ന് മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന മാനവും മഹത്വം എടുത്തോട്ടെ. അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിലും പ്രാർത്ഥന കേട്ടുപിടിക്കണം പരമപിതാവേ. നീ തേനുവതന്തേ നല്ലൊരു നാഥൻ നിനക്കില്ലയോ മനസ്സേ നീ തേനുവതന്തേ നല്ലൊരു നാഥൻ നിനക്കില്ലയോ കരയുമ്പോൾ നിൻ കണ്ണീർ തുടയ്ക്കാം തകരുമ്പോൾ കരത്തിൽ വഹിക്കാം കരയുമ്പോൾ നിൻ കണ്ണീർ തുടയ്ക്കാം തളരുമ്പോൾ കരത്തിൽ വഹിക്കാം മനസ്സേ നീ തേങ്ങുവതന്തേ പാതയിൽ കൂരിരുൾ മൂടുമ്പോ വെളിച്ചമായി എത്തിയിടും നാഥൻ സ്നേഹം ജീവിത പാതയിൽ മൂടുമ്പോ വെളിച്ചമായി എത്തിയിടും നാഥൻ സ്നേഹം കാണാതെ ഉഴലുന്ന ജീവിതയാത്രയിൽ നീറുന്ന നൊമ്പരങ്ങൾ വേദനയാണമേ നാദ ഉൾക്കണ്ണു കൊണ്ടൊന്നു കണ്ടിടുക മനസ്സേ നീ തേങ്ങുവതന്തേ
ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോട് ദൈവവചനം ശുശ്രൂഷിപ്പാനായി കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ സാം പി ജോസഫ്, ഈ വേദിയിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, ഈ പാർക്കിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുകയാണ്. പെന്തക്കോസ്റ്റൽ മാറനാഥ ഗോസ്പൽ ചർച്ച് പാളയം സഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെയും ഇന്നും നാളെയുമായി ഇവിടെ 3 ദിവസത്തെ സുവിശേഷ യോഗങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇവിടെ ഘോഷിപ്പാൻ കർത്താവ് തന്റെ ദാസന്മാരെ ശക്തീകരിക്കുകയും അധികാരപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് രാത്രിയിലും നാം ദൈവസന്നിധിയിലാണ് ആയിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു, 2 or 3 പേർ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് യേശു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ നാം ആലപിക്കുമ്പോൾ, സ്തുതിയും സ്തോത്രവും അർപ്പിക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്ന കാലയളവിൽ താൻ അനേകരുടെ അടുക്കൽ കടന്നു ചെന്നു, അനേകർ തൻ്റെ അടുക്കൽ കടന്നു വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നവരും യേശു ആരുടെ അടുക്കൽ പോയോ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുവാനിടയായി. അവരെങ്ങനെ യേശുവിനെ കണ്ടുമുട്ടിയോ അതിൽ നിന്ന് വ്യത്യസ്തരായി സന്തോഷവും സമാധാനവും പ്രാപിച്ചവരായി മടങ്ങിപ്പോയതായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു പുരുഷാരത്തെ കണ്ടു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയും ചിതറിയും ഇരിക്കുന്നവരായി അവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. യേശുവിൻ്റെ അടുക്കൽ ഒരു വലിയ പുരുഷാരം കടന്നു വന്നു. ആ പുരുഷാരത്തെ യേശു നോക്കിയപ്പോൾ നാം ഒക്കെ നോക്കുന്നത് പോലെ പുറമെയുള്ളൊരു നോട്ടമല്ല യേശു അവരെ നോക്കിയത്. നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ പൊക്കവും വണ്ണവും നിറവും വസ്ത്രധാരണയും സംസാരിക്കുന്ന രീതി ഇവയെല്ലാം കണ്ടിട്ട് നാം ഒരു ഇംപ്രഷനിലേക്ക് കടന്നു വരും, അവരെക്കുറിച്ചുള്ള ഒരു അഭിപ്രായത്തിലേക്ക് നാം കടന്നു വരും. എന്നാൽ യേശു നോക്കുന്നത് പുറമേയുള്ളതല്ല. ഇവിടെ നാം വായിച്ചത്, ഞാൻ പറഞ്ഞ ആ ഭാഗം ഉദ്ധരിച്ചത് ഇങ്ങനെയാണ്, പുരുഷാരത്തെ യേശു കണ്ടു. പലരും അവരെ കണ്ടു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു വിട്ടപ്പോൾ യേശു അവരുടെ യഥാർത്ഥ അവസ്ഥ കണ്ടു. അവർ ചിന്നിയും ചിതറിയും ഇരിക്കുന്നവരാണ്. ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസമറ്റവരായി, സന്തോഷമില്ലാത്തവരായി അവരായിരിക്കുന്നത് യേശു കാണുവാനിടയായി. ഇന്ന് നമ്മൾ പല വീടുകൾ കാണുമ്പോൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത വീടുകൾ, മുൻപിൽ വളരെ നല്ല പുൽത്തകിടിയും നല്ല നല്ല ചെടികളും നല്ല നല്ല കാഴ്ചകളും, കാർ ഷെഡിൽ വളരെ വലിപ്പമുള്ള വലിയ കാറ് കിടക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് നാം ചിന്തിക്കും ആ വീടൊരു സ്വർഗമാണെന്ന്. എന്നാൽ ആ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ അവിടെയുള്ളവരുമായി നാം ആശയവിനിമയം ചെയ്യുമ്പോൾ പലപ്പോഴും പുറമേ ഭംഗിയായി കാണുന്ന, പുറമേ മനോഹരമായി കാണുന്ന, പുറമേ സന്തോഷമായി കാണുന്ന, പുറമേ ആനന്ദമായി കാണുന്ന പലതും നരകതുല്യമായി, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, തമ്മിൽ ഐക്യതയില്ലാതെ പിളർന്നിരിക്കുന്ന അനേക കുടുംബങ്ങൾ നമുക്ക് കാണുവാൻ നമ്മുടെ ചുറ്റുപാടുകൾ കഴിയും. പുറമേ കാണുന്നത് പലപ്പോഴും അതുപോലെയല്ല അകമയുള്ള അനുഭവങ്ങൾ. എന്നാൽ യേശു നോക്കുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലാണ്. ഇന്നൊരു പക്ഷേ നിങ്ങൾ ഈ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങളെ ഉള്ളതുപോലെ കാണുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ പുറമേ കാണുമ്പോൾ, നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ധീരരോധനകളും മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, നിങ്ങളുടെ വേദനകളെ അറിയുന്നവൻ, നിങ്ങളുടെ കണ്ണുനീരുകളെ കാണുന്നവൻ, നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവന് നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. ആ യേശുവിന്റെ ശബ്ദം ജീവൻ പകരുന്ന ശബ്ദമാണ്. ഒന്നുമില്ലായ്മയിൽ നാറുവാക്കിനാൽ സകലത്തെ വിളിച്ചു വരുത്തിയവനാണ്. ആ യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഇവിടെ ഉയർത്തപ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടം യേശുവിനായി തുറന്നു കൊടുത്തുകൊണ്ട്, യേശുവേ അങ്ങനോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനം എന്നെ മാറ്റിമറിക്കുന്നതാകയാൽ ഇന്ന് അങ്ങയുടെ വചനം കേട്ട് സന്തോഷമുള്ളവനും സന്തോഷമുള്ളവളുമായി ജീവിതത്തിൽ ഭാരങ്ങളും ഞെരുക്കങ്ങളും വിട്ട് യേശുക്രിസ്തുവിലൂടെയുള്ളതായ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം എനിക്ക് അങ്ങ് കൃപ നൽകണമേ എന്ന് ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ, കർത്താവ് ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായവനാണ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുറന്ന മനസ്സോടെ, ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ ആയിരിക്കുമെങ്കിൽ നിങ്ങൾ ഇന്ന് വന്നതുപോലെയല്ല, നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു മടങ്ങിപ്പോകുവാനിടയാകും. നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ യേശു നിങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. ഇന്ന് രാത്രി യേശുവിൽ നിന്ന് പ്രാപിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടും ഒരുക്കത്തോടുമായിരിക്കാം. ഇന്ന് രാത്രി നമ്മോട് തുടർന്ന് ദൈവത്തിനെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം പി ജോസഫിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ ഇവിടെ നടത്തിയതായ മീറ്റിങ്ങിൽ അദ്ദേഹം വന്ന് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അനേക ഹൃദയങ്ങൾ കർത്താവിനായി സമർപ്പിക്കുന്നത് കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾക്കിടയായി തീർന്നു. ഇന്ന് രാത്രിയും കർത്താവ് തന്റെ ദാസനെ കരങ്ങളിലെടുക്കട്ടെ, ശക്തീകരിക്കട്ടെ. കർത്താവിൻ്റെ വചനം ഇന്ന് രാത്രി കേൾക്കുമ്പോൾ മുൻവിധികളെല്ലാം വിട്ട് തുറന്ന മനസ്സോടെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ഞാൻ തുടർന്ന് ക്ഷണിക്കുന്നു. നമുക്ക് ദൈവവചനം കേൾക്കുവാനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കും. ദൈവവചന കേൾവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ വാത്സല്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രത്യേക മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസൻ, വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, പ്രത്യേക ഈ മീറ്റിംഗ് ക്രമീകരിച്ച PMG ചർച്ചിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ തങ്കച്ചാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ കോയർ ടീം, എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ PMG ചർച്ച് ഇതേ പ്ലാറ്റ്ഫോമിൽ വെച്ച ഒന്നിലധികം മീറ്റിങ്ങുകളിൽ വന്ന് യേശു കർത്താവിനെ പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകിയിട്ടുണ്ട്. ദേശത്തെല്ലാം നല്ല മഴയാണ്. ഞാൻ ഏതാണ്ട് 1 മണി കഴിഞ്ഞപ്പോൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതാണ്. പാമ്പാടിയിൽ നിന്ന് വരുന്ന വഴിയെല്ലാം പലയിടത്തും മഴയുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തെളിഞ്ഞ ഒരു അന്തരീക്ഷം കാണാൻ ദൈവം കൃപ നൽകി. ഇത്രയും പേര് കേൾക്കാനുണ്ടെന്ന് കർത്താവിന് അറിയാമല്ലോ. അതുകൊണ്ട് കർത്താവ് നൽകിയ എല്ലാ സാവകാശങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും വായിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഞാനൊരു സംഭവം നിങ്ങൾക്ക് കൈമാറിയിട്ട് ചിലർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി ഞാനിവിടെ പറയാൻ പോകുന്നൊരു കാര്യം എൻ്റെ അകത്ത് അങ്കുരിച്ചത്, ഒരിക്കൽ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു TV പ്രോഗ്രാമിൻ്റെ പ്രസംഗം ഷൂട്ട് ചെയ്തതിന് ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എൻ്റെ വാഹനം ആ സമയത്ത് എനിക്ക് ലഭ്യമായില്ല. ഞാൻ ഓട്ടോയിൽ യാത്ര ചെയ്തു വരുമ്പോൾ ആ വഴി മുഴുവൻ ജനാവലികളെ കൊണ്ടങ്ങ് നിറഞ്ഞു. വാഹനങ്ങളെ കടത്തിവിടുന്നില്ല. കാര്യങ്ങൾ ഗ്രഹിക്കാൻ പെട്ടെന്ന് പറ്റിയില്ല. എന്നാൽ അടുത്ത് വന്നപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചു. ഒരു ആംബുലൻസ് കാണായി വന്നു. ജനങ്ങൾ പലരും കണ്ണ് തുടയ്ക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഞങ്ങളുടെ വാഹനത്തിൻ്റെ അടുക്കൽ ഒരു 2 സഹോദരങ്ങൾ 2 കൈക്കും പിടിച്ച് തൂക്കിക്കൊണ്ട് ഒരമ്മയെ നടത്തിയാണോ എടുത്താണോ കൊണ്ടുവരുന്നെന്ന് സംശയം. അലറിക്കരയുകയാണ്, പോയല്ലോ 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 എന്ന അമ്മ ചില സമയങ്ങളിൽ പറയുന്നുണ്ട്. ഇതിനിടയിൽ ആ അമ്മ റോട്ടിൽ വീഴുന്നു, വെള്ളം തളിക്കുന്നു, പിന്നെയും എഴുന്നേൽപ്പിക്കുന്നു.
ഞങ്ങളുടെ ഓട്ടോറിക്ഷയുടെ അടുക്കൽ വന്നപ്പോൾ ആ അമ്മ അവിടെ വീണ് ഞങ്ങളുടെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന പലരുടെയും ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ സ്ലിപ്പ് കുത്തിയിട്ടുണ്ട്. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം 20 വയസ്സിനപ്പുറത്ത് ആ മരണപ്പെട്ട ആ ചെറുപ്പക്കാരന് പ്രായമില്ല. അതെ, ആ ചെറുപ്പക്കാരൻ്റെ അമ്മയായിരുന്നു. ഇവിടെ പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇടയ്ക്ക് ബോധം വരും, പിന്നെ ബോധം പോകും. ചോദിച്ചപ്പോൾ അറിഞ്ഞു തലേ ദിവസം തൻ്റെ കൂട്ടുകാരനോട് ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്ത് വരുമ്പോൾ അല്പം സ്പീഡ് കൂടുതലായിരുന്നു. ഏതോ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത സമയത്ത് എതിരെ ഒരു വണ്ടി വന്നതാണ്. വെട്ടിക്കുകയോ എന്തോ ചെയ്തു. ആള് പെട്ടെന്ന് തെറിച്ചു പോയി. തൊട്ടടുത്ത് ഒരു മതിലിൽ ചെന്ന് ഇടിച്ചു. സഡൻ ഡെത്തായിരുന്നു. ആ അമ്മ അലറിക്കരയുകയായിരുന്നു. അപ്പൻ്റെ അമ്മയുടെയും ഡെഡ് ബോഡി ചുമക്കുക എന്നുള്ളത് മക്കളുടെ ദൗത്യമാണ്. എന്നാൽ മക്കളുടെ ശവസംസ്കാരം നടത്തുക എന്നുള്ളത് ആ അപ്പനും അമ്മയ്ക്കും വിധിക്കപ്പെട്ട മേഖല വ്യത്യസ്തമാണ്. വിശദീകരണത്തിന് മുതിരുന്നില്ല. ആ വാഹനത്തിലിരുന്ന് അറിയാതെ കണ്ണ് നിറഞ്ഞപ്പോൾ എൻ്റെ അകത്ത് എല്ലാ ദിവസവും ഏതാണ്ട് 21 വർഷമായി ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നൊരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് ഒരു സൂക്തം, ഒരു വചനം എൻ്റെ അകത്തേക്ക് ഓടിയെത്തി. ആ വചനമാണ് ഞാൻ നിങ്ങൾക്കിന്ന് കൈമാറാൻ പോകുന്നത്. ഇതുപോലെ നീറുന്ന വിഷയങ്ങളുമായി ഭാരത്തോടെ ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഒരല്പസമയം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ പിമ്പിൽ നിങ്ങളുടെ സർവശക്തനാകുന്ന ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം അത് ഒരു നിമിഷം പോലും വൃഥാവാകില്ല എന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഇതുപോലെ കരയുന്ന ഒത്തിരി അമ്മമാർ, ഒത്തിരി അപ്പന്മാർ, ഒത്തിരി കുടുംബങ്ങൾ ഈ ധരയിൽ വിഹരിക്കുന്നുണ്ട് പ്രിയരെ. ഇവരുടെ നടുവിൽ എനിക്ക് ആ വചനം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിങ്ങനെയാണ് ആ വചനം. സാക്ഷാൽ നമ്മുടെ വളരെ നല്ലൊരു വാക്ക്. ഞാൻ ആ വാഹനത്തിലിരുന്ന് ആ വാക്യം ഒന്നും കൂടി എടുത്ത് കുറേ നേരം ഞാൻ കരഞ്ഞുപോയി. കാര്യം അങ്ങനെ ഒരാൾ ഈ ഭൂമിയിലുണ്ട്, സകലരുടെയും വേദനകളെ വഹിച്ച ഒരാൾ. ആ വ്യക്തിയെ ഒന്ന് പരാമർശിക്കുക, ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതല്ലാതെ രണ്ടാമതൊരാശയം ഈ പ്രസ്തുത മീറ്റിങ്ങിലില്ല എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ഒരാളായിരുന്നു ഞാൻ. എന്തിനേറെ ഒന്ന് ഇലക്ട്രിസിറ്റി കണ്ട് പഠിക്കാൻ പോലും ചാൻസ് ഇല്ലാതെ മനസ്സ് വേദനിച്ച ഒരു തലത്തിൽ വളർന്ന എന്നെ അവിടെ നിന്നെല്ലാം ഉയർത്തിയെടുത്തത് വേദനകളെ ചുമന്നവനായിരുന്നു. ഞാൻ അവൻ്റെ പേര് സന്തോഷത്തോടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് ചില പാട്ടിൻ്റെ വരികൾ പാടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ സന്ദേശം ആരംഭിച്ചത്. അന്ന് ഞാൻ ഒരു 10-40 പേർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു, ആ ഇരുട്ടത്തോട്ടൊന്ന് മാറി നിൽക്കാമോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ആ ഇരുട്ടത്തോട്ടൊന്ന് മാറി നിന്നു. അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു. ആ ഒരു കാര്യം പറയുകയും അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞ് കരയുകയും ഒരുപോലെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഞാൻ പറയില്ല. ഞാൻ യാത്ര ചെയ്തു പോകുകയായിരുന്നു ഈ ഗാന്ധി പാർക്ക് വഴി. പക്ഷേ അന്ന് പാസ്റ്റർ പറഞ്ഞൊരു വാക്ക് എൻ്റെ ചങ്കെ തൊട്ടു. എന്നെ ആരോ പിടിച്ചു നിർത്തിയതുപോലെയായിരുന്നു. അതെ, അവൻ തന്നെ ഇന്ന് നിങ്ങളെയും പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അവൻ്റെ പേരത്രേ യേശു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന സമയത്ത് ചില ബൈബിളിൻ്റെ പ്രതികൾ PMG ചർച്ചിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഒത്തിരി ആൾക്കാർ ഓടി വന്നു. ഞാൻ പോകുന്ന സമയത്ത് ഒരു ആൻറ്റി ഓടി വന്നിട്ട് ചോദിച്ചു, ഒരെണ്ണം എനിക്കും കൂടി തരാമോ എന്ന് ചോദിച്ചു. എന്താ കാര്യം? സമാധാനമില്ലാതെ ബുദ്ധിമുട്ടിലും ഭാരങ്ങളിലും ജീവിതം ഇല്ലാതെയായി പോകുകയാണോ എന്ന് ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ജനം തിരുവനന്തപുരത്തുണ്ട് പ്രിയരെ. അതിൽ ഒരാളായി വേദനിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്നത്തെ രാത്രിയിലെ സന്ദേശം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരോടല്ല, നിങ്ങൾക്ക് തന്നെയാ യേശു നിങ്ങളെ വിടുവിക്കുന്ന രാത്രിയാ ഇന്നത്തെ രാത്രി. പ്രൈസ് ദി ലോർഡ്. 1-2 സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൈമാറിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ധാരാളം വേദനകൾ മണ്ണിലുണ്ട്. എന്നാൽ 2 കാര്യം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. 1 ശരീരത്തിൻ്റെ വേദന, 2 മനസ്സിൻ്റെ വേദന. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആ 20ഓളം വയസ്സ് പ്രായമുള്ള ആ മകൻ്റെ മരണം സംഭവിച്ചപ്പോൾ ആ അമ്മയ്ക്ക് ശരീരത്തിനല്ല വേദന, ആ അമ്മയ്ക്ക് മനസ്സിനായിരുന്നു വേദന. 2 ഏതായാലും ശരി, സാക്ഷാൽ വേദനകളെ ചുമന്നവൻ
ഇന്ന് നിങ്ങളുടെ വേദനകളെ ചുമക്കാൻ ശക്തനായൊരു ദൈവമാണ്. കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ ചർച്ചിലൊരു ഫാമിലി വന്നു. അവർ വന്നത് 2-3 ആഴ്ച അടുപ്പിച്ചവർ വരുന്നുണ്ട്. 10-100 കിലോമീറ്റർ യാത്ര ചെയ്താണ് അവർ വരുന്നത്. 3 കോടി രൂപ കടമുണ്ടായിട്ട് ജീവിത ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ചർച്ചുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ നല്ലതാണെന്ന് ആരോ പറഞ്ഞിട്ട് വന്നതാണ്. 3000 രൂപ കടമാണെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന മനുഷ്യ 3 കോടി രൂപ കടമെന്ന് പറയുമ്പോൾ ഉലകത്തിൽ ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റെന്താ പ്രിയരെ? പക്ഷെ കഴിഞ്ഞ ആഴ്ച അവർ വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ 2 ആഴ്ച വന്നു, യേശു നല്ലവനാണെന്ന് കൂടെ കേട്ടു. സത്യവാ കേട്ടോ, യേശു നല്ലവനാ. അതുകൊണ്ട് ഞാൻ ഗാന്ധി പാർക്കിൽ നിൽക്കുന്ന എല്ലാവർക്കും കൈമാറുക, ഇങ്ങനെ നല്ലവനായ ഒരാളെ ഉലകത്തിലുള്ളൂ, അവൻ്റെ പേരത്ര യേശു. പ്രൈസ് ദി ലോർഡ്. വരിക, നമുക്ക് 1-2 സംഭവങ്ങളിലേക്ക് യാത്ര ചെയ്യാം. ശരീരത്തിൻ്റെ വേദനകൾ അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ശരീരത്തിൻ്റെ വേദന, ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ വേദനകളെ മാറ്റുന്ന ദൈവം എന്ന് മെസ്സേജ് പ്രസംഗിച്ചപ്പോൾ കേൾവിക്കാരിൽ ഒരു സഹോദരി എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ആ മെസ്സേജ് ശക്തമായിരുന്നു കേട്ടോ. ആ മെസ്സേജ് ഞാൻ കേട്ടതിന് ശേഷം ഇപ്പോൾ ആഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞു. ആ മെസ്സേജ് എൻ്റെ ഭർത്താവ് നന്നായി കേട്ടിരുന്നു. അതിനുശേഷം ഇതുവരെ എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചിട്ടില്ല. കാരണം വേദന ചുമന്നത് യേശു, വേദനിപ്പിക്കുന്നത് പിശാച് എന്ന് പാസ്റ്റർ അവിടെ പറഞ്ഞപ്പോഴേ എൻ്റെ ഭർത്താവിന് കാര്യം പിടികിട്ടി. എന്നും ഭാര്യയെ തല്ലുന്നത് പൈശാചികമാണെന്നും അത് ദൈവികമല്ലെന്നും എന്നുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോൾ എൻ്റെ പൊന്നു പാസ്റ്ററെ 14 വർഷം കഴിഞ്ഞ് വിവാഹം കഴിച്ചിട്ട് 2 ആഴ്ചയായി ശരീരത്തിന് സുഖമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ പ്രിയരെ, ശാരീരികമായി മർദ്ദിക്കുക, ശാരീരികമായി വേദനിപ്പിക്കുക അത് ദൈവികമല്ല, അത് പൈശാചികമാണെന്ന് അറിയുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ചിലർ സ്നേഹത്തോടെ ഉപദ്രവിക്കുന്നത് കാണാറുണ്ട്. ചിലരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലും സന്തോഷത്തോടെയാണെങ്കിലും അതിൻ്റെ അവസാനം വേദനയാണ്. ചിലർക്കൊക്കെ വേദനിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അവർ വേദനിക്കുന്നതല്ല, മറ്റുള്ളവർ വേദനിക്കുന്നത്. മറ്റുള്ളവർ വേദനിക്കണം, എനിക്ക് സന്തോഷിക്കണം. ഇങ്ങനെ ആപ്തവാക്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നടുവിലുണ്ട്. അയൽവാസി വേദനിച്ചാലും കുഴപ്പമില്ല, ആ 2 സെൻറ്റ് എനിക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ. മറ്റൊരുത്തനെ കൊന്നിട്ടല്ല സാറേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. സ്വന്തം ജീവൻ ഇല്ലാതെയാക്കി ജനത്തോട് സന്തോഷിച്ചോളാൻ പറഞ്ഞ ഒറ്റ നേതാവേ ഉലകത്തിലുള്ളൂ, അവൻ്റെ പേരത്ര യേശു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് കൈമാറുകയാ. നിങ്ങളുടെ വേദനയ്ക്ക് പരിഹാരം വരുത്തുവാൻ ദൈവം നിങ്ങളുടെ നടുവിലുണ്ട്. എനിക്കറിയാം, എൻ്റെ ചർച്ചിൽ ചില നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം കടന്നു വന്നു. അവരുടെ മൂത്ത കുഞ്ഞിന് 11 വയസ്സ് പ്രായമുണ്ട്. 11 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് ആ അപ്പനും അമ്മയും പൊറുതി മുട്ടിയെന്ന് കോട്ടയം ഭാഷയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. തിരുവനന്തപുരത്ത് അത് എങ്ങനെ അർത്ഥമെന്ന് എനിക്കറിയില്ല. മടുത്തെന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ആകെ തകർന്നിരിക്കുന്ന കുടുംബം. എന്താണെന്നറിയോ അവർ തകരാൻ കാര്യം? ഈ കുഞ്ഞ് 11 വയസ്സെത്തിയ സമയം അവൻ്റെ സ്കൂളിൽ ചെന്നാൽ അവൻ എല്ലാവരെയും ഉപദ്രവിക്കണം. അവനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചിരിക്കാൻ തുടങ്ങും. ടീച്ചർ തല്ലിയാൽ കയ്യിൽ ആ വടി വാങ്ങി ടീച്ചർക്കിട്ടൊന്ന് കൊടുക്കാതെ ഇവൻ തിരിച്ചു പോരുകയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ കാണിക്കാത്ത ഇടപാടുകളൊന്നുമില്ല. ശ്രദ്ധിക്കൂ സഹൃദയരെ, അപ്പൻ 50,000 രൂപയുടെ മൊബൈല് ഇല്ല 20,000 രൂപയുടെ മൊബൈല് മേശപ്പുറത്ത് വെച്ചിട്ട് കുളിക്കാൻ ബാത്റൂമിൽ കയറുമ്പോൾ ഈ മകൻ ഇത് എടുത്ത് താഴെ ജംഗ്ഷനിൽ കൊണ്ട് എന്ന് 50 രൂപയ്ക്ക് വിൽക്കും. എന്നിട്ട് കുളി കഴിഞ്ഞിറങ്ങുന്ന അപ്പൻ്റെ കയ്യിലേക്ക് 50 രൂപ വെച്ച് നീട്ടും. എന്നിട്ട് പപ്പ ചോദിക്കും, മോനെ ഇതെവിടെ നിന്നാ? ഡാഡിയുടെ മൊബൈൽ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടിയ കാശ. നിങ്ങൾ പറ, ഏതപ്പനാ ഈ മകനെ തല്ലാത്തത്? അവസാനം ഇവൻ്റെ അക്രമം വർദ്ധിക്കാൻ തുടങ്ങി. തല്ലി 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 ചോര വരുമ്പോൾ ഇവൻ നിന്ന് ചിരിക്കാൻ തുടങ്ങും. ചോര കാണുമ്പം ചിരിക്കുന്ന കൊച്ചോ, അത് 11 വയസ്സ്. അന്ന് പിന്നെ ആരെ പിടിച്ചാൽ ഊര് കിട്ടും എന്നുള്ള ചിന്തയിലാ ഇവൻ ചർച്ചിലേക്ക് ഇവനെ കൊണ്ടുവരുന്നത്. ഇവനെ അപ്പൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അപ്പൻ ഇവനെ കൊണ്ടുവരുന്നെങ്കിലും അപ്പനെ കൊണ്ടുവരുന്നത് അമ്മയാ. കാര്യം മുഴുകുടിയനായ ഒരു അപ്പൻ എങ്ങനെ കുടിക്കാതിരിക്കും? കുടുംബത്തിൽ സമാധാനമുണ്ടോ?
സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാ പലരും കുടിക്കുന്നേ. പക്ഷേ അത് ഏറ്റവും വലിയ വിപത്തിലേക്ക് മാറ്റപ്പെടുകയാണെന്ന് പലരും ധരിക്കുന്നില്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. മദ്യപാനം സ്വഭാവമല്ല, മദ്യപാനം ഒരു സ്പിരിറ്റാണ്, ഒരു ആത്മാവാണ്. അതിനെ മരുന്ന് കൊണ്ടല്ല മാറ്റാൻ കഴിയുന്നത്, സാക്ഷാൽ യേശുവിന് അവനെ മാറ്റുവാൻ കഴിയും. ഇവൻ ഈ ചർച്ച് ഹാളിൽ വന്നു, ഞാൻ ഇവർക്ക് സ്വാഗതം കൊടുത്തു, ഇവർ സന്തോഷത്തോടെ വന്നിരുന്നു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ചർച്ചിൽ ചില മോഷണങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ മൊബൈലുണ്ട് പക്ഷേ സിം കാർഡ് കാണുന്നില്ല. ഒരാൾ പറഞ്ഞു, മൊബൈലുണ്ട് പാസ്റ്ററെ പക്ഷേ മെമ്മറി കാർഡ് കാണുന്നില്ല. ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, എൻ്റെ മെമ്മറിയിലുണ്ട്, ഇത് ഈ കാർഡ് എവിടെ നിന്നാണ് പോയെന്നുള്ളത്. ചില ദിവസം കഴിയുമ്പോൾ ഞാൻ ഇവനെ തപ്പിപ്പിടിച്ച് ഇവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി മെമ്മറി കാർഡ് കൊടുക്കും. അവർക്ക് സമാധാനമായി. ചർച്ചിൻ്റെ സ്പീക്കർ വെച്ചിരിക്കുന്ന അതിന് തൊട്ട് മുമ്പിലായി ഇവൻ ഇരിക്കുന്നതെങ്കിൽ പോകുമ്പോൾ സ്പീക്കർ അവിടെ കാണും, അതിൻ്റെ മുമ്പിലെ നെറ്റ് അവിടെ കാണുകയില്ല. ഇവൻ അതുമായി കടന്നു കളയും. താഴെ മാറ്റ് ഇവൻ എവിടെയായി ഇരിക്കുന്നെന്നുള്ളത് തെളിവാ. ഇവൻ പോകുമ്പോൾ അത്രയും സ്ഥലത്തെ മാറ്റുമായി ഇവൻ പോകത്തുള്ളൂ. ഞാൻ ഇവനെ വഴക്ക് പറയാറില്ല. കാര്യം എന്തെന്നറിയാമോ? ഞാനും കൂടി ഇവനെ വഴക്ക് പറഞ്ഞ പിന്നെ ഇവൻ ഈ ഉലകത്തിൽ ആരാ ഉള്ളേ? അതുകൊണ്ട് നഷ്ടം സഹിക്കുക തന്നെ. എന്നാൽ ഒരിക്കൽ ഞങ്ങളുടെ ചർച്ച് ഹാളിൽ ഇതുപോലെ ഒരു യോഗം നടക്കുന്ന സമയം ഇവിടെ ചിലർ നിൽക്കുന്നു, ചിലർ നടക്കുന്നു, ചിലർ ഇരിക്കുന്നു. ഇതുപോലെ ഞങ്ങളുടെ ചർച്ച് ഹാളിൽ ഇങ്ങനെ തന്നെ കുറേ പേരിരിക്കും, കുറേ പേര് നിൽക്കും, നടക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട വേദനയോട് ബന്ധപ്പെട്ടൊരു സംഭവം ഞാൻ അവിടെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ ഇവൻ്റെ തലയിൽ ചെന്നൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ വളരെ പെട്ടെന്ന് ആരോ തള്ളിത്താടി ഇടുന്നത് പോലെ ഞാൻ ആ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഇവൻ താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ടുകൊണ്ട് ആ അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തൊരു പ്രേരണ നൽകി, ഇത് ഇവൻ്റെ വിടുതലിൻ്റെ സമയമാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ച സംഭവം? ഞാൻ പ്രസംഗിച്ച വാക്യം എന്തെന്നറിയാമോ? ആമേൻ. എലിസബത്ത് എന്ന് പറയുന്ന ഒരു സഹോദരിയെ ബൈബിൾ പറയുന്നുണ്ട്. അവിടെ ഉദരത്തിൽ അവൾ കൺസീവായ കുഞ്ഞ് ഒരു സ്തോത്രസ്വരം കേട്ടപ്പോൾ, ഒരു പാട്ട് കേട്ടപ്പോൾ ആ പിള്ള അകത്ത് തുള്ളി എന്നൊരു വചനം ഈ ബൈബിളിൽ ഉണ്ടല്ലോ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി ആ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിച്ചത്. ഇതിൻ്റെ കഥകളൊന്നും എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഈ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ആ സത്യം തുറന്നു പറഞ്ഞു. സകല പിതാക്കന്മാരും സകല മാതാക്കളും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് ഒരു പക്ഷേ നന്മയായിരിക്കാം, ഒരു പക്ഷേ നന്മയായിരിക്കാം. എന്താ കാര്യമെന്നറിയാമോ? ഈ മകളെ നല്ലൊരു വീട്ടിലാണ് ഇവൾ ജനിച്ചു വളർന്നേ. നല്ലൊരു ക്രിസ്തീയ വീടാകട്ടോ, ബൈബിളുള്ള വീട്, പാട്ട് ഉള്ള വീട്, പ്രാർത്ഥനയുള്ള വീട്. 2 കുഞ്ഞുങ്ങൾ ആ വീട്ടിലുണ്ട്. മൂത്തതാണ് ഈ മോള്. ഇവള് കൊച്ചുനാളിലെ വളർന്നു വരുന്ന വരവ് കണ്ടപ്പോഴേ അപ്പനും അമ്മയ്ക്കും യേശുവിന് വേണ്ടി അങ്ങ് നിർത്തണമെന്നൊരു ആഗ്രഹമകത്ത് അങ്കുരിച്ചു. അതുകൊണ്ട് ഇവളെ ഇങ്ങനെ കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാ വളർത്തിയത്. ശരിയല്ലേ പിതാക്കന്മാരെ, അമ്മച്ചിമാരെ? ആ മക്കളെ വളർത്തുന്ന പോലെ അല്ലല്ലോ പെമ്മക്കളെ വളർത്തുന്നേ. ഫ്രീസ്തല്ലോ. വൈകുന്നേരം 6 മണിക്കത്തെ ബസ്സിന് മോള് വരുമെന്നറിഞ്ഞാൽ 7 മണിക്കും വന്നില്ലെങ്കിൽ വന്നോളുപടി എന്ന് അപ്പൻ ഭാര്യയോട് അമ്മയോട് പറയാറില്ല. 6 മണിയുടെ ബസ്സിന് ഇല്ലെങ്കിൽ അപ്പൻ അമ്മയും ചാടി പുറത്തിറങ്ങും. പക്ഷേ 22 വയസ്സുള്ള ആങ്കൊച്ച് 6 മണിക്ക് വരുമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം 6 മണിക്കാണ് വരുന്നെന്ന് പറഞ്ഞാലും അപ്പന് വിഷമമില്ല. എൻ്റെ മകനല്ലേ, അവനിഞ്ഞെത്തും. ആൺപിള്ളേരെ വളർത്തുന്ന പോലെ അല്ലല്ലോ പെൺപിള്ളേരെ വളർത്തുന്നേ. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കോളേജ് ക്യാമ്പസിൽ വെച്ച് ആരെങ്കിലും ഐ ലവ് യു എന്നൊക്കെ എഴുതി തന്നാൽ ദൈവത്തെ ഓർത്ത് കൈകൂപ്പിയിട്ട് പറയണം, ഈ ശപിക്കപ്പെട്ട മേഖലയ്ക്കൊന്നും ഞാൻ ഇല്ല എന്ന് പറയാൻ നല്ല വീട്ടിൽ പിറന്നവരെല്ലാം മനസ്സ് വെക്കണം എന്ന് പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ്. കാരണം 100 കണക്കിന് കുടുംബങ്ങളെ കൗൺസിൽ ചെയ്ത് ഞങ്ങൾ എല്ലാ വീക്കിലും പല കുടുംബങ്ങളെ കൗൺസിൽ ചെയ്യുന്നത് കൊണ്ട് പലർക്കും വരുന്ന വിപത്ത് നിങ്ങളുടെ കുടുംബത്തിൽ വരാതിരിക്കാൻ ഇതൊരു ഉപദേശമായി സ്വീകരിക്കുന്നെങ്കിൽ ഏറ്റവും നന്മയാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഈ മകളെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് വിവാഹപ്രായം അടുക്കുന്ന സമയം വഴിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു യൗവനക്കാരൻ. ഇവളേക്കാൾ സുന്ദരനാണ് അവൻ, അവനേക്കാൾ സുന്ദരിയാണിവൾ. കണ്ടപ്പോൾ സാധാരണ പറയുന്നതല്ലേ, വലിയ കടിച്ചാ പൊട്ടാത്ത വാക്കൊന്നുമല്ല. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം, യു എന്ന് പറഞ്ഞാൽ നീ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ വലിയ കടുകട്ടി ഭാഷയൊന്നുമല്ല. സത്യത്തിൽ കോട്ടയം ഭാഷ എനിക്ക് തിരുവനന്തപുരത്ത് യൂസ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെയൊക്കെ വിചാരം ഐ ലവ് യു എന്ന് പറയുമ്പോഴത്തേനും ജീവൻ തരാമെന്നൊക്കെയാ പറയുന്നേ. ആദ്യം ജീവൻ തരുന്ന സ്നേഹമാ. വിവാഹം കഴിയണം, നിന്റെ ജീവൻ എടുക്കാതെ അവൻ അടങ്ങുകയില്ല.
ഇതാണ് ഇന്ന് കേരളക്കരയിൽ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് നല്ല കുടുംബങ്ങൾ സംജാതമാകാൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപ്പനമ്മമാരെ ഞാൻ ദൈവകൃപയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആകെ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് കളഞ്ഞു കുളിക്കരുത്, അത് യാന്ത്രികമല്ല, അത് ഒറിജിനലാണെന്ന് പറയുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് കൈമാറുകയാ. ഒത്തിരി അപ്പനമ്മമാർ വേദനിക്കുന്നുണ്ട്. ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ഇന്നത്തെ ജനറേഷൻ, എൻ്റെ പ്രായമുള്ള പിതാക്കന്മാരുണ്ട്, കടപ്പാടുകൾക്ക് വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ അങ്ങനല്ല പ്രിയരെ. അപ്പം തരുന്നവനെ അപ്പാ എന്ന് വിളിക്കാൻ മനസ്സ് വെക്കുന്ന ഒരു ജനറേഷനാ ഇന്നത്തെ ജനറേഷൻ. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് ഈ തലമുറയുടെ പേര് വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറ. പ്രൈസ് ദ ലോർഡ്. അറിയുക സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ കുടുംബമായി കൗൺസിൽ ചെയ്തൊരു ഫാമിലി ഞങ്ങളോട് പറഞ്ഞൊരു വാർത്ത ഞങ്ങൾ ഞെട്ടിപ്പോയി. എൻ്റെ വൈഫിനോട് ആ മകൾ പറയുക, എൻ്റെ പൊന്നു സഹോദരി, ആമേൻ, 1.5 വർഷം ഞങ്ങൾ സ്നേഹിച്ചു നടന്നു. എന്നാ സ്നേഹമായിരുന്നു, ജീവൻ തരുന്ന സ്നേഹമായിരുന്നു. പക്ഷെ പിന്നീട് അറിഞ്ഞത്, വിവാഹം കഴിഞ്ഞപ്പോഴാണ് സത്യം അറിഞ്ഞത്, ഒറ്റ മുഖമല്ലായിരുന്നു എൻ്റെ ഭർത്താവിന്, ഒത്തിരി മുഖമായിരുന്നു, ഒത്തിരി മുഖമായിരുന്നു, ഒത്തിരി മുഖമായിരുന്നു. ഇത്രയും വർഷമായി ഞാൻ ആകപ്പാടെ സന്തോഷിക്കുന്നത് എൻ്റെ യേശുവിനെ കണ്ട ദിവസം മുതൽ ഈ ദിവസം വരെയാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഇതിനു മുമ്പ് ദീർഘവർഷങ്ങൾ എൻ്റെ ജീവിതം നരകത്തിലായിരുന്നു. ഇന്ന് ഈ ഗാന്ധി പാർക്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ അസ്വാരസ്യങ്ങൾ തളം കെട്ടിക്കിടക്കുന്നെങ്കിൽ എല്ലാവരും നിങ്ങളെ തള്ളും. പക്ഷെ തള്ളാത്ത ഒരു ദൈവമുണ്ട്, അവൻ്റെ പേരത്രേ യേശു. അവൻ നിങ്ങൾക്ക് കൈമാറുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഈ മകള് ആ മകൻ്റെ വാക്കിൽ വീണുപോയി. ചില ആഴ്ചകൾ, മാസങ്ങൾ 1 വർഷത്തോടടുക്കുന്നു. അമ്മയുടെ അടുക്കൽ വന്ന് ഒരു രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഈ മകൾ പറഞ്ഞു, മമ്മി, എനിക്കൊരു ലവ് അഫയർ ഉണ്ട്, എനിക്ക് ആ പുരുഷനെ വിവാഹം കഴിച്ചു തരണം. ഉടനെ ആ അമ്മ പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാ. മോളെ, ഞാൻ നിന്റെ അപ്പൻ നിന്നെ വളർത്തിക്കൊണ്ട് വന്നത് എല്ലുമുറിയെ പണിയെടുത്താണ്, കഷ്ടപ്പെട്ട വളർത്തിക്കൊണ്ട് വന്നത്. ഈ കാര്യം അപ്പനോട് പറഞ്ഞാൽ അപ്പൻ അട്ടായിക്ക് വരുവാൻ സമയം വേണ്ടി വരില്ല. അതുകൊണ്ട് പ്ലീസ്, എന്തിനേറെ ആ മകൾ പിടിച്ച പിടിയിൽ നിന്ന്, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും, രജിസ്റ്റർ മാര്യേജ് ചെയ്യും, എന്നേക്ക് വിവാഹം കഴിച്ചു തരണം. പിടിച്ച പിടിയിൽ സത്യം. ആ കല്യാണ പന്തലിൽ ആ അപ്പൻ ആ മകളുടെ കൈ പിടിച്ച ആ യൗവനക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് മനസ്സോടെയാണ്, ഹൃദയം തകർന്നാണ്. പോട്ടെ, ആ വല്ലരിയിൽ ഒരു പൂ മൊട്ടിട്ടു, ഈ മകള് കൺസീവായി. പക്ഷേ ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ആഴ്ച തന്നെ ആ മകൾ ആ സത്യം തിരിച്ചറിഞ്ഞു. മുഴുകുടിയനായ ഒരു യൗവനക്കാരനെയാ ഞാൻ വിവാഹം കഴിച്ചത്. വിവാഹത്തിന് മുമ്പ് നല്ല പിള്ള ചമഞ്ഞ് നന്നായി ഡ്രസ്സ് ചെയ്ത്, പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ 2 കാലിലല്ല വീട്ടിൽ വന്ന് കയറുന്നേ, 1-2 കാലുകളോടുകൂടെ. മിക്കവാറും നാട്ടിലെ ഓട്ടോക്കാരെടുത്താണ് വീട്ടിൽ കൊണ്ടുവന്നിടുന്നത്. ഭാര്യ പൈസ എടുത്തു കൊടുക്കും. ഇങ്ങനെ ദിനേന മാറി. എന്തിനേറെ മദ്യമകത്ത് എന്ന് കഴിഞ്ഞാൽ ഭാര്യയെ തല്ലാത്തൊരു ദിവസമില്ല. ഒരിക്കൽ മൂക്കിൽ കൂടി ചോര വാർന്നൊഴുകുമ്പോൾ അയൽവാസികൾ ചോദിച്ച്, നിനക്കിവനെ ഇട്ടേച്ച് പോയിക്കൂടെയോ? എത്രയോ വർഷമായി, എത്രയോ മാസമായി നീ ഇങ്ങനെ വേദന അനുഭവിക്കാൻ തുടങ്ങുന്നു. സഹോദര, ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർ ഒത്തിരി പേർ ഒരുപക്ഷെ ഇന്ന് എന്നെ രാത്രി കേൾക്കുന്നുണ്ടാകാം. എങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകും, എങ്ങനെ ഒരു രക്ഷയുണ്ടാകും? ആഴക്കയത്തിൽ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയെ പോലെയാണോ എൻ്റെ ജീവിതം എന്നൊരു ചിന്ത നിനക്കുണ്ട്. എല്ലാവരും കരയ്ക്ക് നിന്ന് നിന്നോട് പറയുന്നുണ്ട്, കൈയിട്ടടിക്ക്, കാലിട്ടടിക്ക്, മുങ്ങിയൊന്ന് പൊങ്ങ്, നീന്ത്, ഇങ്ങനെയൊക്കെ നിന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, കൈയിട്ടടിക്കാനല്ല പറയുന്നേ, കാലിട്ടടിക്കാനല്ല പറയുന്നേ, യേശുവാ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് പോവല്ല, ഞാൻ ആ വെള്ളത്തിലേക്ക് ചാടിയിറങ്ങി നിന്നെ രക്ഷിക്കാൻ വന്നവനാ. അതുകൊണ്ടാണ് ഈ യേശുവിനെ ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. നീ ഒരിക്കലും മുങ്ങിത്താഴണ്ട, യേശു നിന്നെ വിളിക്കുകയാ. സഹോദരങ്ങളെ, ഈ കുഞ്ഞിനെ കൺസീവായ സമയത്ത് ഈ ഭർത്താവ് ഒത്തിരി പ്രാവശ്യം ഈ ഭാര്യയെ മർദ്ദിക്കുമായിരുന്നു. അടിച്ചടിച്ചടിച്ച് രക്തം വരുന്നൊരു സമയം എല്ലാ അമ്മമാരും അറിയുക, എല്ലാ അപ്പന്മാരും അറിയുക. കൺസീവായ ഒരു സ്ത്രീ ആ കുഞ്ഞിനെ അകത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പുറത്തുള്ളത് വേദനയാകട്ടെ, അകത്തുള്ള കുഞ്ഞ് ക്യാച്ച് ചെയ്യും. പുറത്തുള്ളത് സന്തോഷമാകട്ടെ, അകത്തുള്ള കുഞ്ഞത് ക്യാച്ച് ചെയ്യും. അതുകൊണ്ടാണ് കൺസീവായിരിക്കുന്ന സമയം അമ്മമാർ ഒത്തിരി കരഞ്ഞു വിലപിച്ച് നടക്കുന്ന സമയമാണെങ്കിൽ ആ കുഞ്ഞും വളർന്നു വരുമ്പോൾ ദുഃഖകരമാകുന്നൊരു മേഖല
സാഡ്നെസ് ആ കുഞ്ഞിന് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ യേശു നിങ്ങളുടെ വേദന മാറ്റാൻ ശക്തനാകുന്നൊരു ദൈവമാണ്. ഒരിക്കൽ ഡെലിവറിക്ക് 2 ആഴ്ച മുമ്പ് ഈ മകൻ മദ്യപാനം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ആദ്യം കണ്ടത് ഭാര്യയെ, വാതിൽ തുറന്നു കൊടുത്ത ഭാര്യയെ തല്ലി തകർത്തു. അവസാനം ആ മകൾ താഴെ വീണപ്പോൾ നിന്നെയും കൊല്ലും കുഞ്ഞിനെയും കൊല്ലുമെന്ന് പറഞ്ഞ് വലങ്കാൽ ഉയർത്തി താഴെ കിടക്കുന്ന ഭാര്യയെ ആമൻ ചവിട്ടുവാൻ വരുമ്പോൾ ചാടി എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലുന്നേ, ഞാൻ തന്നെ എന്നെ കൊന്നോളാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി കറിക്കത്തി കയ്യിലെടുത്ത് വയറ്റിലേക്ക് കുത്തിയിറക്കുന്ന ഭാര്യ. നിങ്ങൾ നോക്കൂ, ഈ സമയം വരുന്ന രക്തം, ഇങ്ങനെയുള്ള മേഖലകളിൽ വളർന്നു വരുന്ന കുഞ്ഞ് എങ്ങനെ ക്രിമിനലാകാതിരിക്കും? എങ്ങനെ ക്രിമിനലാകാതിരിക്കും? ഏതാണ്ട് 10 വയസ്സ് കഴിഞ്ഞ് 11 വയസ്സിനോട് അടുക്കുമ്പോൾ ഇവന് രക്തം കാണണമെന്നുള്ള ചിന്ത. പക്ഷേ അന്ന് ആ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ 11 വയസ്സുകാരൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അന്ന് യേശു അവനെ സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. എവിടെ ചെന്നിട്ടും വിടുതൽ കിട്ടാതെ, എവിടെ ചെന്നിട്ടും സൗഖ്യം കിട്ടാതെ, ആരെ പിടിച്ചാൽ ഊര് കിട്ടുമെന്നുള്ള ചിന്തയിൽ നാടൊട്ട് കോടി നടക്കുന്ന സഹോദര സഹോദരി, ഈ ഗാന്ധി പാർക്കിൽ നീ വന്നിരിക്കുകയല്ല, സർവശക്തനാകുന്ന ദൈവം നിന്നെ കൊണ്ടിരുത്തിയിരിക്കുകയാ. ഇന്ന് നിന്റെ രക്ഷയുടെ സമയമാണ്. ഒരുപക്ഷെ വീട്ടിലേക്ക് പോകാൻ നിന്റെ മനസ്സ് മടിക്കുന്നുണ്ടായിരിക്കാം. എന്നും കലഹങ്ങൾ, എന്നും വേദനകൾ, എന്നും ബുദ്ധിമുട്ടുകൾ, ചെയ്തു പോയ പ്രവൃത്തിയോർത്ത് നിന്റെ ഉള്ളം ഉടയുകയാണ്. ഇങ്ങനെയൊക്കെ വന്നു ഭവിക്കാൻ കാര്യമെന്താണ്? ജീവിതം മുഴുവൻ വേദനയായി മാറിയല്ലോ. എന്നാൽ യേശു പറയുകയാ, ഭാര്യ തള്ളാം, ഭർത്താവ് തള്ളാം, അപ്പൻ തള്ളാം, അമ്മ തള്ളാം, പക്ഷെ തള്ളാത്തി ഒരുവനുണ്ട്, അവന്റെ പേരത്രേ യേശു. ഞാൻ ഇന്ന് രാത്രി ഇതിവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ അകത്തേക്ക് ഓർമ്മ വരുന്നു. ഇതുപോലെ തന്നെ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം കയ്യിൽ ബാഗ് പിടിച്ചിരിക്കുന്നവർ ഇവിടെയുണ്ട്. ആമേൻ ആമേൻ. കയ്യിൽ വാനിറ്റി ബാഗ് പിടിച്ചിരിക്കുന്നവർ ഇവിടെയുണ്ട്. ശ്രദ്ധിക്കൂ, കയ്യിൽ ഒരു കൊച്ചു ബാഗ് ഒക്കെ പിടിച്ച് ഒരു മനുഷ്യൻ അല്പം ആടിയാ നിൽക്കുന്നത്. കാര്യം അവൻ രാത്രി വരെ ജോലി ചെയ്തതിന് ശേഷം അല്പം മദ്യമൊക്കെ കുടിച്ച് ആളിങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് യോഗം കേൾക്കുന്നത്. ശബ്ദം കേട്ടപ്പോൾ കേട്ടേക്കാമെന്നോർത്തു, അന്ന് ഇനി തീർന്നിട്ടങ്ങ് പോയേക്കാമെന്നോർത്തു. പുള്ളി അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ആ പ്രസംഗകൻ പ്രസംഗിക്കുകയാ, നീ ഇങ്ങനെ അങ്ങ് പോകേണ്ടവനല്ല, യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. യേശു നിനക്ക് സ്വസ്ഥത തരും, യേശു നിനക്ക് സമാധാനം തരും. താൻ അവിടെ അങ്ങ് ഉറച്ചു നിന്ന് കേട്ടോ. എന്നിട്ട് അവസാനം ആ പ്രസംഗകൻ വിളിച്ചു ചോദിച്ചു, ആർക്ക് വേണം ഈ യേശുവിനെ? നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ യേശു കൂടെയുണ്ട്. ഉടനെ ഈ സഹോദരൻ അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ആ പ്രഭാഷകൻ അനൗൺസ് ചെയ്തു, അങ്ങനെ നിനക്ക് യേശുവിനെ ആവശ്യമുണ്ടെങ്കിൽ മെല്ലെ ആ വലങ്കൈ ഒന്ന് ഉയർത്തി കാണിക്കാൻ പറഞ്ഞു. എങ്ങും നോക്കിയില്ല കേട്ടോ, പുള്ളി നേരെ ആ കൈ അങ്ങ് ഉയർത്തി. ഉടനെ ആ പ്രസംഗകൻ കൈ ഉയർത്തിയവരെയെല്ലാം മുമ്പിലേക്ക് അങ്ങ് വിളിച്ചു. ഈ ദേഹവും കയ്യിൽ ബാഗ്യമൊക്കെയായി നേരെ മുമ്പിലേക്ക് വന്നു. ആ ദൈവത്തിന്റെ ദാസൻ അദ്ദേഹത്തിന്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. ആ മദ്യത്തിന്റെ കെട്ടങ്ങ് അഴിഞ്ഞു. എന്നിട്ട് യേശുവിന്റെ സ്നേഹം അങ്ങ് കൈമാറി അദ്ദേഹം സന്തോഷത്തോടെ വായ് തുറന്ന് കരഞ്ഞുകൊണ്ട് യേശുവിനെ ഏറ്റുപറഞ്ഞു, യേശുവേ, നീ എൻ്റെ പാപത്തിനായി മരിച്ചു, എൻ്റെ ശാപത്തിനായി നീ മരിച്ചു, എൻ്റെ രോഗത്തിനായി നീ അടിപ്പിണറിയേറ്റു, എന്നെ നിന്റെ മകനാക്കണം. ഇതുവരെ ഞാൻ പിശാചിൻ്റെതായിരുന്നു, ഇന്നു മുതൽ ഞാൻ നിന്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞു. പിറ്റേ ഞായറാഴ്ച താൻ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ ഒരു ചർച്ചിൻ്റെ അകത്തേക്ക് പോയി. എന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഒരു യോഗത്തിന് കൂടിയതാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ രക്ഷിക്കപ്പെട്ട വ്യക്തി, യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തി, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അങ്ങനെ ആ ദൈവത്തിൻ്റെ ദാസൻ ആ മനുഷ്യനെ സ്നാനപ്പെടുത്തി. പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ്. രാവിലെ മെല്ലെ താൻ ഉടുത്തൊരുങ്ങി തൻ്റെ ആ കമ്പനിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. നേരെ അവിടെ ചെല്ലുന്നു. എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമാണ്. തൻ്റെ കമ്പനിയിലെ ബോസ് തന്നെ അടുക്ക വിളിക്കും. എന്നിട്ട് പേഴ്സ് തുറന്ന് കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കും. എന്തിനാണെന്നറിയാമോ? കുപ്പി മേടിക്കാൻ വേണ്ടിയാ. നീ പോയി മേടിച്ചോണ്ട് വാ, എൻ്റെ കാശിന് നമുക്ക് ഒരുമിച്ച് പാനം ചെയ്യാം. എല്ലാ ദിവസവും നടക്കുന്ന പല്ലവി അന്നും എടുത്തു കൊടുത്തു. പക്ഷേ ഇവൻ പണം വാങ്ങിയില്ല. ചോദിച്ചു, എന്താ നീ വാങ്ങിക്കാത്തെ? നീ പോയി മേടിച്ചു കൊണ്ടുവരിക. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, കൈകൂപ്പി പറഞ്ഞു, സാറേ ഞാൻ പോകില്ല സാറേ, ഞാൻ ഒരിക്കലും പോകില്ല സാറേ, ഞാൻ വാങ്ങിക്കില്ല സാറേ, ഞാൻ കുടിക്കില്ല സാറേ. ചോദിച്ചു, എന്താണ് കാര്യം? ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, യേശു എൻ്റെ ഉള്ളത്തിൽ വന്നു, ഞാൻ ഒരിക്കലും മദ്യം കുടിക്കുകയില്ല. ഉടനെ ആ ബോസ് ചാടി എഴുന്നേറ്റു, നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ 4 മക്കളും
നിൻ്റെ അപ്പനും അമ്മയും അടങ്ങുന്ന ആ വലിയ വീടുണ്ടല്ലോ, എൻ്റെ ഈ കമ്പനിയിലെ ശമ്പളത്തിലാണ് ജീവിക്കുന്നതെന്നുള്ള സത്യം നീ അറിയണം. നീ വാങ്ങിച്ചു കൊണ്ട് വരുന്നില്ല എങ്കിൽ ജോലിയിൽ നിന്ന് ഞാൻ നിന്നെ പിരിച്ചുവിടും. ഉടനെ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് കൈകൂപ്പിട്ട് പറഞ്ഞു, സാറേ, ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ യേശു മതി. ഹല്ലേലൂയ. ആ മനുഷ്യൻ നിർദാക്ഷിണ്യം ആ മനുഷ്യനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പെട്ടെന്ന് വരുന്ന ഈ മനുഷ്യനെ കണ്ട് ഭാര്യ ചോദിച്ചു, എന്ത് പറ്റി? പറഞ്ഞു, ഞാൻ മദ്യം കുടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വിട്ടതാണ്. എന്താ മദ്യം കുടിക്കാത്തെ? എടി, ഞാൻ രക്ഷിക്കപ്പെട്ടു. നിങ്ങളാരും രക്ഷിക്കപ്പെട്ടില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു. യേശു എൻ്റെ ഉള്ളത്തിൽ വന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കൽ പോലും മദ്യം കുടിക്കുകയില്ല. എന്തിനേറെ കയ്യിൽ കരുതി വെച്ച പണമെല്ലാം വീട്ടിലെ ആവശ്യത്തിന് എടുത്തെടുത്ത് വീട് പട്ടിണിയോട് കൂപ്പുകുത്തിയ സമയം വീട്ടുകാരെല്ലാം മുറുമുറുക്കാൻ തുടങ്ങി, പെറുപെറുക്കാൻ തുടങ്ങി. സഹോദര, കയ്യിൽ കാശില്ലെങ്കിൽ പെറ്റ തള്ള വരെ ചിലപ്പോൾ നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നാണമില്ലേടാ, ചേട്ടനെ നോക്കി പഠിക്കടാ, ചേടത്തിയെ നോക്കി പഠിക്കടി, അനിയനെ നോക്കി പഠിക്കടാ എന്ന് ചിലപ്പോൾ അപ്പൻ വരെ മുഖത്ത് നോക്കിയിട്ട് പറയാം. കയ്യിൽ കാശില്ലേലും നിന്നെ ചങ്ക് തുറന്ന് സ്നേഹിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവൻ്റെ പേരത്രേ യേശു. അവന് നിൻ്റെ പണം വേണ്ട, അവന് നിന്നെയാണ് ആവശ്യം. അവന് നിൻ്റെ കയ്യിലെ സമ്പത്ത് വേണ്ട, അവന് നിന്നെയാണ് ആവശ്യം. നീ കൊടുക്കുന്നതല്ല അവന് വേണ്ടത്, നിന്നെ കൊടുക്കുന്നതാണ് അവന് വേണ്ടത്. അതുകൊണ്ട് നിനക്കൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ വീട്ടിൽ നിന്ന് തള്ളപ്പെട്ട ഒരാൾ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു പറയുന്നു, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. അവൻ നിൻ്റെ തോളിൽ കൈയിട്ട് അവൻ വിളിക്കുകയാ, മകനെ, മകളെ, ഒരിക്കലും ഞാൻ നിന്നെ തള്ളുകയില്ല. ഇന്ന് രാത്രി നിൻ്റെ കണ്ണുനീരൊപ്പുന്ന യേശു ഇവിടെ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഒരു ഭർത്താവിൻ്റെ ഭാര്യയായിരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നോക്ക്, 4 മക്കൾ എത്ര ദിവസമായെന്നറിയാമോ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്? അപ്പൻ്റെ അമ്മയുടെ മുഖം മാറാൻ തുടങ്ങി, അപ്പനും അമ്മയും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഇവനെ ഇനി വീട്ടിൽ നിർത്തിയാൽ പറ്റത്തില്ല, ഇവനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. യേശു ഇല്ലാതിരുന്നപ്പം ജോലിയൊക്കെ ഉണ്ടായിരുന്നു, മദ്യം കുടിച്ചാലും കുഴപ്പമില്ല, ഉപജീവന മാർഗം പോയാന്. ഇന്ന് യേശു വന്നെന്നറിഞ്ഞ ആൾ മദ്യപാനവും നിർത്തി, തേണ്ടട ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്തിനേറെ 4ാമത്തെ കുഞ്ഞ്, ഇളയ കുഞ്ഞ് പട്ടിണി സഹിക്ക വയ്യാതെ വയറ്റിൽ എന്തോ അസുഖം പിടിപെട്ട് വായിൽ കൂടി നൊരയും പതയും വന്നു കിടക്കുമ്പോൾ അപ്പനും അമ്മയും ഭാര്യയും ഒക്കെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ ഇവിടെ നിറങ്ങിയേ പറ്റൂ, നിങ്ങൾ ഈ വീടിന് ശാപമാണ്. സഹോദര, ഞാൻ ഇന്നിത് കൈമാറുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ഒരിക്കലും ഗതി പിടിക്കുകയല്ലടാ, ഗുണം പിടിക്കുകയല്ലടാ എന്നുള്ള വാക്ക് കേട്ട് ശപിക്കപ്പെട്ട ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ അപ്പനേക്കാൾ സ്നേഹിക്കുന്നൊരു ദൈവം, അമ്മയേക്കാൾ സ്നേഹിക്കുന്നൊരു ദൈവം, അവൻ്റെ പേരത്രേ യേശു. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇറങ്ങിക്കൊടുക്കേണ്ടതായി വരും. ഇനി ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉറപ്പാണ് ഞാൻ ഇറങ്ങിക്കൊടുക്കേണ്ടതായി വരും. ഞാൻ എന്ത് ചെയ്യണം? ഇദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തോളത്താരോ തട്ടുന്നത് പോലെ ഫീൽ ചെയ്തു. വളരെ പെട്ടെന്ന് താൻ ഞെട്ടി. പെട്ടെന്നൊരു ശബ്ദം താൻ കേട്ടു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരാളേ ഉള്ളൂ, അവൻ്റെ പേരത്ര യേശു. അവൻ അവിടെ ഇരുന്നു കൊണ്ട് സന്തോഷിക്കാൻ തുടങ്ങി. ആ പായിലിരുന്നു കൊണ്ട് താൻ എഴുതിയ വരിയ എനിക്കതൊന്ന് പാടാനൊരാഗ്രഹം ചെറിയ തോതിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവർ പാടുന്ന പോലെ പാടാൻ പറ്റുകയില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും പാടുമെന്ന എൻ്റെ കോട്ടയം മനസ്സ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് വളരെ സന്തോഷത്തോടെയാ പാടിയേ, എൻ യേശു അല്ലാതെ ഇല്ല എനിക്കൊരാശ്രയം ഭൂവിൽ, നിൻ മാർവിലല്ലാതെ എനിക്ക് വിശ്രമിപ്പാൻ മറ്റൊരു ഇടമില്ല, ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ. ഹല്ലേലൂയ. എൻ യേശു അല്ലാതെനിക്കൊരാശ്രയം ഭൂവിൽ, നിൻ മാർവിൽ അല്ലാതെനിക്കു വിശ്രാമം വേറെ, ഈ പാരിലും പാരത്തിലും നിസ്തുല്യൻ എൻ പ്രിയൻ, എന്റെ രക്ഷകൻ ദൈവമേ, നീ അല്ലാതില്ലാരും, യേശു മാത്രം മതി എനിക്കേതു നേരം
അവിടെ ഇരുന്നു കൊണ്ട് താൻ പാടി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ കൊച്ചിൻ്റെ അലറിച്ച തനിക്ക് കേൾക്കാം. കാര്യം എന്താ? അസുഖം പിടിപെട്ട് കിടക്കുക, ചികിത്സിക്കാൻ കയ്യിൽ കാശില്ല. ഞാനിത് പറയുമ്പോൾ 2 കാലം തളർന്നു പോയൊരു പോളിയോ രോഗിയായി ജനിച്ചവനാണ് ഞാൻ. പക്ഷേ ഒത്തിരി സ്ഥലങ്ങളിൽ ക്ലോക്കിൻ്റെ പെണ്ടുലം ആടുന്ന പോലെ ആടിക്കിടന്ന് എൻ്റെ കാലുകളുമായി അപ്പൻ യാത്ര ചെയ്തിട്ട് സൗഖ്യമില്ലാതെ വന്നപ്പോൾ യേശു എന്ന നാമമാ എന്നെ സൗഖ്യമാക്കിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി നിൻ്റെ ഏത് രോഗമാണെങ്കിലും സൗഖ്യമാക്കാൻ യേശു നിൻ്റെ അടുക്കലുണ്ട്. ക്യാൻസർ ആകട്ടെ, ട്യൂമറാകട്ടെ, യേശു സൗഖ്യമാക്കാൻ ശക്തനായി നിന്റെ കൂടെയുണ്ട്. നിന്റെ കയ്യിലെ 5 പൈസ അവൻ ചോദിക്കുന്നില്ല. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ, വിളിപ്പുറത്തണയുമെന്ന് പറയുന്നതിനേക്കാൾ അടുക്കൽ അണയുന്ന ഒരേ ഒരു ദൈവമുണ്ട്. അവന്റെ പേരത്രേ യേശു. ഇവൻ അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു, ലോർഡ് ജീസസ്, എന്റെ കുഞ്ഞിന് അസുഖമാണ്, ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പുള്ളിക്ക് സന്തോഷമായി. പുള്ളി ചാടി എഴുന്നേറ്റു. ആ മുറിയിൽ ഓടി നടന്നുകൊണ്ട് പുള്ളി അടുത്ത പരിപാടിയെ, എൻ ക്ഷീണിത രോഗത്തിൽ നീ മാത്രമൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ല. എൻ്റെ രോഗശാന്തിക്കായി നിൻ മാർവിടം എൻ ആശ്രയം, എൻ യേശു കർത്താവേ. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയ ഒരു ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ 2 പുറവും എഴുതിയ കുറേ വാക്കുകൾ ഞങ്ങളിങ്ങനെ കുറേ വീടുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ തുളസീധരൻ എന്ന് പേരുള്ളൊരു സഹോദരൻ ആ നമ്പറിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പറ്റുമെങ്കിൽ വീട് വരെ ഒന്ന് വരാമോ? ഞാൻ അവിടെ എത്തി. എൻ്റെ സഭയിലെ ചർച്ചിലെ 2 സഹോദരന്മാരുമായി ചെന്നപ്പോൾ പെടലി ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുന്ന ഒരു സഹോദരൻ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ക്യാൻസർ രോഗമാണ്, ഒത്തിരി ചികിത്സിച്ചു സൗഖ്യമായില്ല. പോട്ടെ, എനിക്ക് ചികിത്സിക്കാൻ ഇനി ആഗ്രഹമുണ്ടെങ്കിലും വേണ്ടെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, എന്താ വേണ്ടെന്ന് വെച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല പാസ്റ്ററെ, വേണ്ടെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, എന്തിയെ? മക്കളൊക്കെ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുക, നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പപ്പയും മമ്മിയൊക്കെ മരിച്ചുപോയി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? പപ്പയും മമ്മി നേരത്തെ അങ്ങ് മരിച്ചത്. അവർക്കും ഇതുപോലെ പെടലിയിൽ ക്യാൻസർ ആയിരുന്നു പാസ്റ്ററെ. 2 പേരും കഴുത്തിന് ക്യാൻസർ വന്നാൽ മരിച്ചത്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പാരമ്പര്യമായി എനിക്കും കിട്ടിയതാ, ഞാനും മരിക്കും. അങ്ങനെയാണ് പിന്നെ വസ്തു വിറ്റ് ചികിത്സിച്ചാൽ മരണം ഉറപ്പാണ്. പിന്നെ വസ്തു പോത്തില്ലേ? അത് പിള്ളേരുടെ പേരിൽ എഴുതി കൊടുത്താൽ ഞാൻ മരിച്ചാലും അവർക്ക് ജീവിക്കാമല്ലോ. അടുത്ത ചോദ്യം ആവർത്തിച്ചേ പറ്റൂ. അപ്പനും അമ്മയും കഴുത്തിൽ ക്യാൻസർ വന്ന് മരിച്ചെങ്കിൽ നിങ്ങൾക്കും ക്യാൻസർ രോഗം പടർന്നു പിടിച്ചതുപോലെ ക്യാൻസറും ട്രാൻസ്ഫറായി വരുന്നുവെന്ന് അനുഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ 2 മക്കളിൽ ഒന്നിന് പിടിക്കില്ല എന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി പറയാനുണ്ടോ എന്ന് പറഞ്ഞ ഉടനെ അപ്പൻ്റെ കണ്ണൊന്ന് നിറയാൻ തുടങ്ങി. പെട്ടെന്ന് പ്രായമുള്ളൊരു അമ്മച്ചി അടുക്കളയിൽ നിന്ന് കയ്യിൽ കസേരയുമായി ഓടി വന്നു. ഞാൻ ചോദിച്ചു, ആരാണിത്? എൻ്റെ വൈഫിൻ്റെ അമ്മയാണ്. ഉള്ളം കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? പാസ്റ്റർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ശരിയാ, അപ്പനും അമ്മയും ക്യാൻസർ വന്ന് മരിച്ചെങ്കിൽ മകനും ഇപ്പോൾ ക്യാൻസർ രോഗം, അതും കഴുത്തിന് തന്നെ. ഇപ്പോൾ ഇതിങ്ങനെ ട്രാൻസ്ഫറായി വന്നിരിക്കുന്നതായി അനുഭവം പറയുന്നു. പാസ്റ്ററെ, എന്തെങ്കിലും ഒരു പ്രതിവിധി ഇതിനുണ്ടോ? ഞാൻ പറഞ്ഞ്, ഇതിനൊരു നല്ല മെഡിസിൻ ഉണ്ട്. ആ നല്ല മെഡിസിൻ അതിപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുമുണ്ട്. ആ മെഡിസിൻ്റെ പേരാ യേശു. ഉടനെ അവർ ചോദിച്ചു, പാസ്റ്ററെ, അത് ദൈവമല്ലേ, അത് മരുന്നല്ലല്ലോ? ഞാൻ പറഞ്ഞു, ഇതാ ദൈവം. ഈ പേരൊന്ന് ഉള്ളം തുറന്ന് പറയാമെങ്കിൽ നിന്റെ പെടലിയുടെ ക്യാൻസർ സൗഖ്യമായിരിക്കും. കാര്യം എൻ്റെ തളർവാദ രോഗത്തെ സൗഖ്യമാക്കിയത് അവനാകയാൽ ക്യാൻസറിനെ സൗഖ്യമാക്കാനും അവന് കഴിയും. ഫ്രീസ്തല്ലോ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാര്യം ഇങ്ങനെ ചെലവ് കൂടാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ സൗഖ്യമാക്കുന്ന ഒരൊറ്റ ഹോസ്പിറ്റലേ ഉള്ളൂ. അതെൻ്റെ യേശുവിൻ്റെ ആണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഫ്രീസ്തല്ലോ. ഉടനെ അദ്ദേഹം ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. വളരെ സിമ്പിളാണിത്, റഫ് ആൻഡ് ടഫ് അല്ല. നമുക്ക് ഈ സിമ്പിൾ കാര്യമാണ് ഇഷ്ടമില്ലാത്ത. കുറച്ച് റഫ് ആൻഡ് ടഫായുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ളവരല്ലേ, നമുക്ക് വേണേ അത് ചെയ്യാം. കുറച്ച് സാഹസികമായ ഒരു കാര്യം, കൊന്ന തെങ്ങും നിൽക്കുന്നത് പോലെ, കോട്ടയം ഭാഷയാണ് കേട്ടോ, നേരെ മേളിലോട്ട് കയറി ചാടറാന്ന് പറഞ്ഞാൽ കുറച്ച് സാഹസികമാണ്, 10 പേര് കാണും. പക്ഷേ ഇത് സാഹസികമൊന്നുമല്ല, ഇത് വളരെ സിമ്പിളാണ്. എന്താ ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ? ഹൃദയത്തിലൊന്ന് വിശ്വസിക്കുക, വായ് കൊണ്ടൊന്ന് പറയുക. ഇതിന് ചെലവില്ല, പക്ഷേ ആത്മാർത്ഥമായിരിക്കണം.
പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇതിങ്ങനെ ട്രാൻസ്ഫറായി വരികയല്ലേ, അങ്ങനെയാണല്ലോ കാലം തെളിയിക്കുന്നേ. ആസ്മ പേഷ്യൻറ്റുമായി ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഷുഗർ പേഷ്യൻസുമായി ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യം എന്തുണ്ട് വിശേഷം എന്നല്ല, മറിച്ച് വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ. ഹാർട്ടിൻ്റെ ഡിസീസുമായി ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യം അയൽവാസികൾക്ക് എന്തുണ്ട് വിശേഷം എന്നല്ല, വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ. എന്താ കാര്യം? ഹാർട്ടിൻ്റെ ഡിസീസ് ആകട്ടെ, ആസ്മ രോഗമാകട്ടെ, ഷുഗർ പേഷ്യൻസ് ആകട്ടെ, ട്രാൻസ്ഫറായി വരുവാൻ, കൈമാറി വരുവാൻ സാധ്യതയുണ്ടെന്ന് കാലം തെളിയിക്കുമ്പോൾ ഈ സാധ്യതയെ ക്യാൻസൽ ചെയ്യുവാൻ യേശു എന്ന നാമത്തിന് കഴിയും. യേശു എന്ന നാമത്തിന് കഴിയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരൻ തുളസീധരൻ, നിങ്ങൾ വായി തുറന്ന് യേശുവേ എന്നെ സൗഖ്യമാക്കണം എന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. ഇത് വലിയ കഠോര കാര്യങ്ങളൊന്നുമല്ല. ഇതിനൊരല്പം ഗദ്ഗതത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ, ചിരിച്ചുകൊണ്ടല്ല, ഹൃദയത്തിന്റെ ഭാഷ കണ്ണുനീരിൽ ചാലിച്ചതാണ്. അതുകൊണ്ടൊന്ന് പറയാമോ? ഇദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഞാൻ എന്ത് പറയണമോ അതൊന്ന് പറഞ്ഞു തരാമെങ്കിൽ ഞാനത് ഏറ്റു പറയാം. ഞാൻ ആ 1-2 വരി അദ്ദേഹത്തിന് ശാന്തമായി ഒന്ന് പറഞ്ഞു കൊടുത്തുടനെ അലറി കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരൊറ്റ വിളിയാ, എൻ്റെ യേശുവേ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ യേശുവേ, അലറി കരഞ്ഞുകൊണ്ട്. ആ കണ്ണ് നിറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. എന്താ പിടികിട്ടെന്നറിയാമോ? കണ്ണുനീര് കണ്ട് മാറിപ്പോകാത്ത ഒറ്റ ദൈവമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കരയുന്നത് കാണുമ്പോൾ ഉള്ളമുടയുന്ന ഒരു ദൈവം, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ പേരാണ് യേശു. സഹോദര, നീ കരയുമ്പോൾ, ഭാര്യമാർ കരയുമ്പോൾ എന്തിനാടി ഇങ്ങനെ ഇരുന്ന് മോങ്ങുന്നേ എന്ന് ചോദിക്കുന്ന ഭർത്താവുണ്ട്. പിള്ളേർ ചോദിക്കും, മമ്മി എന്താ ഡാഡി കരയുന്നേ? വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാ, നിങ്ങൾ പോയി കിടന്നുറങ്ങ്, അവള് കരഞ്ഞു കഴിഞ്ഞ് പോയി കിടന്നുറങ്ങിക്കോളും. പ്രൈസ് ദി ലോർഡ്. സഹോദരി സഹോദര, കരച്ചിൽ കാണുമ്പം വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയാ. മരുമകൾ കരയുന്നത് കാണുമ്പോൾ അമ്മായിയപ്പൻ പറയും അനുഭവിക്കട്ടെ. അമ്മായിമ്മയുടെ വാക്ക് പറയാൻ ഇവിടെ പരസ്യ പ്രഖ്യാപനം ചെയ്യാൻ വലിയ പാടാണ്. മരുമകൾ അമ്മായിമ്മയെ കുറിച്ച് പറയുന്നത് പരസ്യ പ്രഖ്യാപനം ചെയ്യാൻ പാടാണ്. പക്ഷെ കണ്ണ് നിറയുമ്പോൾ സഹിക്കാതിരിക്കുന്നൊരു ദൈവം, അവൻ്റെ പേരാണ് യേശു. അഭിമാനവും പ്രസ്റ്റീജും സ്റ്റാറ്റസും ഡീസൻസിയും ഒക്കെ ഉള്ളതിനാൽ നമ്മൾ പരസ്യമായി കരയാറില്ല. എന്നാൽ ഇന്നും പരസ്യമായി കരയുന്നവർ ഈ മണ്ണിലുണ്ട്. എന്താ കാര്യം? പിടിവിട്ടുപോയത് കൊണ്ടാ, കൺട്രോൾ വിട്ടുപോയത് കൊണ്ടാ. അങ്ങനെ കണ്ണ് നിറയുന്ന ഒരാളുണ്ടെങ്കിൽ കണ്ണുനീരിനെ കവച്ചു വെച്ച് പോകാത്തവന്റെ പേരാ ഞാൻ ഈ പറയുന്നത്. അവന്റെ പേരത്ര യേശു. എന്നോട് ചേർന്ന് ആ കരമുയർത്തി എന്ന് പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? യേശു. അവൻ കണ്ണുനീർ കണ്ടിട്ട് ആട്ടെ എന്ന് പറഞ്ഞു പോകുന്നവനല്ല. എന്തിന് കരഞ്ഞെന്നവൻ അറിയണം. മേലാൽ ആ കണ്ണുനീര് ഉണ്ടാകാതിരിക്കാൻ അത്ഭുതം ചെയ്യാൻ കഴിയുന്നൊരു ദൈവം, അവന്റെ പേരാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം അലറി കരഞ്ഞുകൊണ്ട് യേശുവേ എന്നൊരു വിളി വിളിച്ചു. വിളി കേട്ടപ്പോഴേ എനിക്ക് പിടുത്തം കിട്ടി. കണ്ണുനീർ വന്നതിനാൽ അത് യേശു ഒപ്പിട്ട് കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ ചർച്ചിൽ 1-2 പേരെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഒന്ന് അന്വേഷിക്കണം ആ സഹോദരൻ്റെ ഡെലിവറൻസ് എങ്ങനെയാണെന്ന്. ഇവർ നേരെ ആ വീട്ടിലെത്തി. 10-10:30 മണിയായ സമയം ഡോർ വന്ന ആ ഭാര്യ തുറന്നു. ആരാണെന്ന് ചോദിച്ചു. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ ബ്രദർ എന്തിയെ ഒന്ന് അറിയാൻ വന്നതാ. അയ്യോ, അദ്ദേഹം ഇവിടെ ഇല്ല, കുറച്ച് മുമ്പേ വാഹനമെടുത്ത് ജോലിക്ക് പോയി. ആള് സൗഖ്യമായിരുന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എടാ, ഹൃദയത്തിൽ നിന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ അങ്ങ് ദൂരെ ഇരുന്നല്ല, ചാരെ ഇരുന്ന് നിന്നെ തൊടുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ നാമത്തെ ഇന്ന് രാത്രി ഒന്ന് ഉയർത്താനാണ് ഈ മീറ്റിംഗ് PMG ചർച്ച് വെച്ചിരിക്കുന്നത്. ആ നാമത്തെ ഉയർത്തുന്നതിൽ സന്തോഷമുള്ളവർ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്? നമുക്ക് ഒരുമിച്ച് ആ കൈ ഒന്ന് അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുന്നതിൽ തെറ്റില്ല. യേശു എന്ന നാമത്തെ പ്രസംഗിച്ചുയർത്താൻ പറ്റിയാൽ, കര ഉയർത്താൻ പറ്റിയാൽ, വായി തുറന്നൊന്ന് ഉയർത്താൻ പറ്റിയാൽ, പാട്ടുപാടി ഒന്ന് ഉയർത്താൻ പറ്റിയാൽ. ഇന്നലെ ഞങ്ങൾ വൈകുന്നേര സമയത്ത് എൻ്റെ സഹോദരൻ പാമ്പാടിയിലെ ഞങ്ങളുടെ മാർക്കറ്റിൽ ഒന്ന് യാത്ര ചെയ്തപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പരിചയപ്പെട്ട് സംസാരിക്കുന്നൊരു സഹോദരനുണ്ട്. അദ്ദേഹം അവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ മത്സ്യം വിൽക്കുന്നൊരു സഹോദരനാണ്. അദ്ദേഹം എൻ്റെ ബ്രദറിനോട് ചോദിച്ചു, എൻ്റെ പൊന്നു പാസ്റ്ററെ, എന്നാ വേണമെങ്കിലും ചെയ്യാം, കാറാൻ കൂകാൻ വേണേൽ കൈകൊട്ടാം, അല്ലേലിയ പറയാ, ഗുണം പിടിപ്പിക്കും എന്നൊരു ഗ്യാരണ്ടി തരാവോ? പുള്ളി പറഞ്ഞു, ഒരു ഗ്യാരണ്ടി ഇല്ല. ഗുണം പിടിപ്പിക്കാമെന്ന് പറഞ്ഞല്ലേ ഈ കൈകൊട്ടും. പുള്ളി എന്നാ പറയാ, വേണേ
എത്രമാത്രം ശബ്ദം ഉയർത്തി വേണം ഹല്ലേലൂയ എന്ന് പറഞ്ഞോളാം, ഞാൻ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ രക്ഷപ്പെടുന്ന മാർഗ്ഗമല്ല ഈ മാർഗ്ഗം, ശിക്ഷ മാറുന്ന മാർഗ്ഗമാണ് ഈ മാർഗ്ഗം. ആ മാർഗ്ഗമാണ് യേശു എന്ന നാമം. പ്രൈസ് ദി ലോർഡ്. വിടുതലിന് വേണ്ടിയുള്ള മെസ്സേജ് അല്ല ഇത്. നിനക്കൊരു ജീവിതമുണ്ട്, ആ ജീവിതം നന്മയാക്കി തരുവാൻ കഴിയുന്നവനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് രാത്രി. അവൻ്റെ പേരത്രേ യേശു. അതുകൊണ്ട് ശാരീരികമായി വേദനപ്പെടുന്നവർ എന്നെ കേൾക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി നല്ലൊരു സദ്വാർത്ത, നിന്റെ ശരീരത്തിൻ്റെ സൗഖ്യം തരുവാൻ, വേദന മാറ്റുവാൻ, സാക്ഷാൽ വേദനകളെ ചുമന്നവൻ, അവൻ്റെ പേരത്ര യേശു. ആ നമ്പർ 2, രണ്ടാമത് മനസ്സിൻ്റെ വേദന. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങൾക്ക് കൈമാറാം. 2 കൊച്ചു കുഞ്ഞുങ്ങളുള്ളൊരു വീട്. ആമൻ. ചെറുപ്പക്കാരനായ ഒരു ഭർത്താവ്, ചെറുപ്പക്കാരിയായ ഒരു ഭാര്യ. സാത്ത് സ്വന്തം കൂലിപ്പണി ചെയ്താണ് അവർ ജീവിക്കുന്നത്. വളരെ പെട്ടെന്നാണ് അവരുടെ അടുക്കിലേക്ക് ഒരു സദ്വാർത്ത തേടിയെത്തിയത്. ആമീൻ. ഒരു ഏജൻസി മുഖാന്തരം വിദേശത്തേക്ക് പോകാൻ ഒരു വഴി അവർക്ക് തുറക്കുകയാണ്. അദ്ദേഹം സന്തോഷത്തോടെ ആ വാർത്ത അറിഞ്ഞു. അന്ന് വൈകുന്നേരം വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞടി, ഇങ്ങനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ ചാൻസ് കിട്ടി രക്ഷപ്പെട്ടു പോയാൽ 10-40,000 രൂപ മാസം ശമ്പളം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ 2-3 വർഷം കൊണ്ട് മാന്യമായി ജീവിക്കാനുള്ള നന്മയുണ്ടാകും. നീ എന്ത് പറയുന്നു? ഉടനെ പറഞ്ഞു, യെസ് നല്ല കാര്യമാണ്. പക്ഷെ പിന്നീടാണ് അവരറിഞ്ഞത് ആ ഏജൻസി ചോദിച്ച ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ അവരുടെ കയ്യിലില്ല. അവസാനം അസാധു കുടുംബം, ആമീൻ, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് തീരുമാനിച്ചു, ഒരു കൊച്ചു കൂരയാണെങ്കിലും നമ്മുടെ പേരിൽ ഉണ്ടല്ലോ, ഇതങ്ങ് വിൽക്കാം, എന്നിട്ട് തൽക്കാലം ഒരു കൊച്ചു വാടക വീടെടുത്തങ്ങ് താമസിക്കാം. അച്ചായൻ പോവുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുകയല്ലേ. അദ്ദേഹം സന്തോഷത്തോടെ അത് വിറ്റിട്ട് ആ പണം ചോദിച്ച വ്യക്തിക്ക് കൊടുത്തു. പക്ഷേ ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ലാതെ വഴിയൊന്നും തുറക്കുന്നില്ല. പിന്നീട് അറിഞ്ഞു അങ്ങനത്തെ ഒരു ഏജൻസിയോ അങ്ങനത്തെ ഒരാളോ നാട്ടിൽ ഇല്ല എന്നൊരറിവ്. എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ചിലരൊക്കെ പറഞ്ഞു, അവർ മുഖാന്തരമാണല്ലോ ഞങ്ങളുടെ മക്കൾ പോയത്, രക്ഷപ്പെട്ടല്ലോ, പിന്നെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അയ്യോ, ഞങ്ങൾ വിളിച്ചിട്ടെടുക്കുന്നില്ല. ഈ മനുഷ്യൻ്റെ മനസ്സ് കലുഷിതമാകാൻ തുടങ്ങി. ഇത് ശരീരത്തിൻ്റെ വേദനയല്ല കേട്ടോ, ഇത് മനസ്സിൻ്റെ വേദനയാണ്. ഇതുപോലെ തിങ്ങി വിങ്ങുന്ന നൊമ്പരം അത് ശരീരത്തിനല്ല, അത് മനസ്സിലാണ്. ശരീരം കാണാം, മനസ്സ് കാണാൻ കഴിയില്ല. കാണാവുന്ന അവയവത്തിന് ചികിത്സയുണ്ട് മണ്ണിൽ, കാണാത്ത അവയവത്തിൻ്റെ ചികിത്സ മണ്ണിലില്ല. അത് യേശുവിൻ്റെ കയ്യിലാണ് ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ഉറക്കമില്ല. ഭാര്യയും 2 കുഞ്ഞുങ്ങളും വാടക വീട്ടിൽ കിടന്ന് ഉറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പിന്നെ ഉണരും. തൻ്റെ മനസ്സിൻ്റെ വേദന തിങ്ങി വിങ്ങി വന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഭാര്യയോടോ മക്കളോടോ മിണ്ടുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ എന്ന ഒറ്റ ഒരുത്തൻ ഇതെല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഞാൻ ജീവിച്ചിരിക്കുകയില്ല, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് അർത്ഥമില്ല, ഞാൻ മരിക്കും, ഞാൻ സൂയിസൈഡ് ചെയ്യും, ഞാൻ ആത്മഹത്യ ചെയ്യും. ഇന്ന് രാത്രി ഈ ശബ്ദം നടന്നുകൊണ്ടോ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കേൾക്കുന്നവരിൽ ജീവിതം ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വേട്ടയാടുന്നെങ്കിൽ അത് പൈശാചികമാണെന്നും ആത്മഹത്യ ഒളിച്ചോട്ടമാണെന്നും പ്രശ്നപരിഹാരമല്ലെന്നും മരണത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ടെന്നും ആ മരണം സ്വാഭാവികമാണെന്നും ആ മരണത്തിന് മുമ്പ് നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കണമെന്നും ഒരു സദ്വാർത്ത ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. ആത്മഹത്യയുടെ പ്രവണത ഇന്ന് രാത്രി നിന്റെ വീട് വിട്ട് മാറണം. ഞങ്ങളുടെ പാമ്പാടി ദേശത്ത് ആത്മഹത്യ തുടർച്ചയായി നടക്കുന്നൊരു വീടുണ്ടായിരുന്നു. 3 ആത്മഹത്യകൾ നടന്നൊരു വീട്. ആദ്യം ആത്മഹത്യ ചെയ്തത് അപ്പൻ, രണ്ടാമത് ആത്മഹത്യ ചെയ്തത് അമ്മ, മൂന്നാമത് ആത്മഹത്യ ചെയ്തത് മകൻ. ആ വീട്ടിലെ മകൻ്റെ ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും അനാഥത്വം പേറുന്ന സമയത്താണ് നമ്മുടെ ചർച്ചിൽ അവർ വന്നുപെടുന്നത്. പാസ്റ്ററെ, എല്ലാ വർഷത്തിൻ്റെയും മാർച്ച് മാസത്തിനുള്ളിൽ 3 മരണങ്ങൾ, അപ്പൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും, അതെല്ലാം ഒരു മുറിയിൽ തന്നെ. ഇത് വീടിൻ്റെ ദോഷമാണോ, പ്രോപ്പർട്ടിയുടെ ദോഷമാണോ, അതോ ശാപമാണോ? ഞങ്ങളുടെ പിതാക്കന്മാർ എന്തെങ്കിലും ശാപം ചെയ്തതാണോ? ഇനി എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു തരാമോ? ഞാൻ ആ വഴി കാണിച്ചു കൊടുത്തു. ആ വഴി അത്രേ, ഞാനാകുന്നു വഴി എന്ന് പറഞ്ഞ നസറായനായ യേശു. ഇന്ന് ആ മകളും ആ കുഞ്ഞുങ്ങളും ദൈവത്തെ ആരാധിക്കുക. വേറെ വീട്ടിലല്ല താമസിക്കുന്നേ, ആ വീട്ടിൽ തന്നെ സ്വസ്ഥമായി പാർക്കുകയാ. നിന്നെ കൊന്നൊടുക്കിയേ തീരുവെന്ന് പറഞ്ഞ് നിന്റെ മേൽ വെച്ച് കെട്ടിയിരിക്കുന്ന ആ പാരമ്പര്യ ശാപമുണ്ടല്ലോ, നീ തന്നെ വിചാരിച്ചാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്ന് രാത്രി നിന്നെ യേശുവിൻ്റെ കയ്യിലേക്കൊന്ന് എറിഞ്ഞു കൊടുക്കാൻ നീ മനസ്സ് വെച്ചാൽ ഇന്ന് രാത്രി നിന്നെ വിടിവിക്കാൻ, ആ ആത്മഹത്യയിൽ നിന്ന്, ആ പാരമ്പര്യ ശാപത്തിൽ നിന്ന് നിന്നെ വിടിവിക്കാൻ അവൻ കഴിയുന്ന ദൈവമാണെന്ന് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ചില ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ചോദിച്ചു, അച്ഛാ എന്തു പറ്റി? ഭക്ഷണം വേണ്ടേ? വെള്ളം വേണ്ടേ? ഉറങ്ങുന്നില്ലേ? എന്തു പറ്റി? ഇല്ലടി, എൻ്റെ മനസ്സാകെ അസ്വസ്ഥമാകുന്നു, ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഉടനെ ഭാര്യ പറഞ്ഞു, സാരമില്ല, നമുക്ക് നഷ്ടപ്പെട്ടത് വീടല്ലേ, 2 കുഞ്ഞുങ്ങൾ നമുക്ക് നിക്ഷേപമായില്ലേ? ഈ ഭൂമിയിൽ, ഈ കേരളത്തിൽ, ഈ കൊച്ചു മണ്ണിൽ അധ്വാനിച്ചാൽ ഉറപ്പായി നമുക്ക് ജീവിക്കരുതോ? അതുകൊണ്ട് എന്തിനേറെ ഭാരപ്പെടാതെ സൗര്യമായി കിടന്നുറങ്ങിയാട്ടെ. ആ കുടുംബത്തിൻ്റെ വാക്കുകളെ. പക്ഷേ അന്ന് രാത്രി ഭാര്യ ഉറങ്ങിയെന്നറിഞ്ഞപ്പോൾ, കുഞ്ഞുങ്ങൾ ഉറങ്ങിയെന്നറിഞ്ഞപ്പോൾ ആ വാടക വീടിൻ്റെ അകത്ത് ആത്മഹത്യ ചെയ്ത് ആ മകനെയും മണ്ണ് വിട്ട് മാറ്റപ്പെട്ടു. എന്തിനേറെ ഫ്യൂണറൽ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ആ പിഞ്ചോമനകൾ അലറി വിളിച്ച് കരയുമ്പോൾ ആ കൊച്ചു സഹോദരി ആ 2 കുഞ്ഞുങ്ങളെ പക്ഷി, കോഴി കുഞ്ഞുങ്ങളെ ചിറക് വിടർത്തി ചേർക്കുന്നത് പോലെ അകത്തേക്ക്, അടുക്കിലേക്ക് ചേർത്ത് വെച്ച് ഈ വട്ടക്കെട്ടുമൊക്കെ കെട്ടി പെട്ടിക്കകത്ത് കിടക്കുന്ന ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അതുവഴി വരുന്ന ആ ദേശത്തെ പോസ്റ്റ്മാൻ ഈ വീട് തപ്പി വരികയാണ്. വരുമ്പോൾ ആൾക്കൂട്ടം, എന്തു പറ്റി? മരിച്ചു എന്ന വാർത്ത. ഈ മുഖത്തേക്ക് നോക്കി, അഡ്രസ് ക്ലിയറാണ്. നേരെ കരയുന്ന ഭാര്യയുടെ കയ്യിലേക്ക് ഒരു പോസ്റ്റ് വെച്ച് കൊടുത്തു. അവിടെ നിന്ന് അവൾ അലറിക്കരഞ്ഞ് പൊട്ടിക്കുമ്പോൾ ഇവന് ഒരാഴ്ച കഴിഞ്ഞ് പോകാനുള്ള വിസയും ടിക്കറ്റും വന്നിരിക്കുകയാണ്. ഇത് കയ്യിലെടുത്ത് തുറന്നു വെച്ച് ആ മകൾ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞതേ, നഷ്ടപ്പെട്ടില്ലായിരുന്നു, ഒരു 24 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നാം രക്ഷപ്പെട്ടേനെ. ഇന്ന് രാത്രി മണിക്കൂറുകൾ എണ്ണി ജീവിക്കുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, ദിവസങ്ങൾ എണ്ണി എന്നെ ജീവിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ, ഈ രാത്രി ഒന്ന് ചിന്തിക്കുക സഹോദര, നിൻ്റെ ജീവിതം കളയരുത്. യേശു നിന്നെ വിളിക്കുക, യേശു നിന്നെ വിളിക്കുകയാ. ഒരിക്കലും നിൻ്റെ ജീവിതം തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരിക്കലും നിൻ്റെ ലൈഫ് തകരാൻ ദൈവം സമ്മതിക്കില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിലെ സഭയിൽ ആരാധനയിൽ ഒരു സഹോദരൻ വന്നിരുന്നു. ഞാനിങ്ങനെ വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം പാട്ടുപാടി എല്ലാവരും ആരാധിക്കുകയാണ്. ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എൻ്റെ അന്തരാത്മാവിൽ ഞാനൊരു ദൈവകൃപയുടെ ശബ്ദം കേട്ടു. ഞാൻ കണ്ട ആ കാഴ്ചയും ഞാൻ കേട്ട ആ ശബ്ദവും ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ഒരു കൂട്ടം താക്കോലും കയ്യിൽ പിടിച്ച് ഒരു ചെറുപ്പക്കാരൻ ചർച്ചിൽ വന്നിരിപ്പുണ്ട്. ആരാണെന്നറിയില്ല. പക്ഷെ നീ അവനെ പിടിക്കാതെ, അവനെ തൊടാതെ പാട്ടും പ്രാർത്ഥനയും തുടരരുത് എന്നെൻ്റെ അകത്തൊരു പ്രേരണ. ഞാൻ പെട്ടെന്ന് പാടിക്കൊണ്ട് നിൽക്കുന്ന എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് മൈക്രോഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു കൂട്ടം താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ വ്യക്തി എഴുന്നേറ്റ് വന്നേ പറ്റൂ. ആ താക്കോൽ എൻ്റെ കയ്യിൽ തരണം. 40 വയസ്സായിട്ടില്ല സമയം അദ്ദേഹത്തിന്. അദ്ദേഹം ഓടി അലറിക്കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഒരു കൂട്ടം താക്കോല് കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചെന്ത് പറ്റി, എന്താണ് കാര്യം? പാസ്റ്ററെ, 1 കോടിയിലധികം രൂപ കടമുള്ളവനാണ് ഞാൻ. ഇനി എനിക്ക് വഴിയൊന്നുമില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ആ സമയത്ത് കൊടുത്ത 1 രൂപയുടെ അരി ഞങ്ങൾക്കില്ലായിരുന്നു എങ്കിൽ ഉറപ്പാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണിക്കോലമായനെ. ഇനി ഇങ്ങനെ അങ്ങ് പോകാൻ ഞാൻ തയ്യാറല്ല. ഞാൻ അവസാനം എൻ്റെ കയ്യിലാകെയുള്ള സമ്പാദ്യം 200 രൂപയാണ്. എൻ്റെ മൂത്ത മകന് 12 വയസ്സ്. അവൻ്റെ പോക്കറ്റ് ഞാനത് ഇട്ട് കൊടുത്ത് അവൻ്റെ ഇരുകവളിലും 2 ചുംബനം കൊടുത്ത് ഭാര്യയോട് മിണ്ടിയില്ല. ബാക്കി ഇളയ 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അവർ 4 പേരും ചർച്ചിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ചർച്ചിൽ കൊണ്ടാക്കിയിട്ട് പ്രാർത്ഥന നടക്കുന്ന സമയം കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ചെന്ന് മരിക്കുവാൻ വേണ്ടി വന്നതാ. ഇതെൻ്റെ സ്ഥാപനത്തിൻ്റെ താക്കോലുകളാണ്. അത് പൂട്ടിപ്പോയി, തകർന്നു പോയി, ചതിക്കപ്പെട്ടു പോയി. ആഭിചാരത്താലും മന്ത്രവാദത്താലും ഉടഞ്ഞ് ഞാൻ ഇനി ഇല്ല പാസ്റ്ററെ. പക്ഷെ മരിക്കാൻ പോലും അനുവദിക്കാത്ത ദൈവമോ? ഞങ്ങൾ വളരെ പെട്ടെന്ന് ആ സ്ഥാപനത്തിൽ ചെന്നു, കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇന്ന് ആ സഹോദരനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ഞങ്ങളുടെ ചർച്ചിൻ്റെ മീഡിയയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ ചെറുപ്പക്കാരനായ സഹോദരനാ. എന്താ കാര്യമെന്നറിയാമോ? നീ മരിക്കണമെന്ന് ഒത്തിരി പേർ ആഗ്രഹിക്കുമ്പോൾ മരിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ജീവൻ ബലിയാടാക്കിയ ഒരേ ഒരു ദൈവമാണ് ഈ ഉലകത്തിലുള്ളത്. അവൻ്റെ പേര് യേശു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ആ കൈ ഒന്ന് അടിക്കാൻ കൃപയുള്ളവർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടല്ലോ. ആ നാമം നിന്നെ വിളിക്കുകയാ. ആ നാമം നിന്നെ തകർക്കുകയില്ല. മരിക്കാൻ അനുവദിക്കാത്ത നാമം, ജീവിക്കാൻ അനുവദിക്കുന്ന നാമം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു TV പ്രഭാഷണം കേട്ടിട്ട് ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമായിരുന്നു. പാസ്റ്ററെ, എനിക്ക് 2 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടേച്ച് പോയി പാസ്റ്ററെ. ഞാൻ തകർന്ന് തരിപ്പണമായി. ഞങ്ങളെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ സെറ്റായി ജീവിക്കുന്നവരാണ്. പട്ടണത്തിൽ 1-ലധികം ഫ്ലാറ്റുകൾ ഉള്ളവരാണ്. വാഹനങ്ങൾ ഒത്തിരിയുണ്ട്. എത്ര ഏക്കർ ഭൂമി എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പാസ്റ്ററെ, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ
പറഞ്ഞപ്പോൾ ആ മകൾ പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമായിരുന്നു. ആ മകളുടെ അമ്മ ആ മകനോട് പല കാര്യങ്ങൾ പറഞ്ഞു. പല കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഈ മകളെക്കുറിച്ചാണ്. എന്താ കാര്യമെന്നറിയാമോ? സാധാരണ അമ്മമാരെന്ന് പറഞ്ഞാൽ മക്കളുടെ ലൈഫ് ഒത്തിരി സന്തോഷത്തോടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? അവർ ബൈക്കിലാകട്ടെ കാറിലാകട്ടെ യാത്ര ചെയ്തു പോകുമ്പോൾ എൻ്റെ മകൾക്കൊരു ഭാവി ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കുന്നതല്ലേ അമ്മ എന്ന് പറഞ്ഞാൽ. അല്ലാതെ എനിക്ക് കിട്ടാത്തത് എൻ്റെ മകൾക്ക് കിട്ടിയാൽ ഞാൻ സമ്മതിക്കുകയില്ലെന്ന് പറയുന്നത് അമ്മയോ? അതുകൊണ്ടൊരു വചനം എൻ്റെ ഓർമ്മയിൽ വരുന്നു. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇങ്ങനെ സ്നേഹിക്കുന്നൊരു സ്നേഹം അത് യേശുവിൻ്റെ സ്നേഹമാണ്. എനിക്കൊരു വരി പാടാൻ എൻ്റെ അകത്തേക്ക് ഓടി വരുന്നു. എന്നെ ഒന്ന് സഹായിക്കാമോ? പ്രൈസ് തല്ലോ, മടുത്തില്ലല്ലോ. പ്രൈസ് ഗോഡ്. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം എന്നൊരു പഴയ പാട്ടുണ്ടല്ലോ, പഴയൊരു വരി. ആ ദൈവസ്നേഹം ടേസ്റ്റ് ചെയ്തവർ എന്നോട് ചേർന്ന് ഇതൊന്ന് പാടണം. എന്തിനാ ഞാനിത് പാടുന്നറിയാമോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ മടത്തറ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് കുറച്ച് കാട്ടിൽ കൂടി യാത്ര ചെയ്താൽ ശാസ്താനട എന്ന് പറഞ്ഞൊരു സ്ഥലം ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണാം. ഞാൻ അവിടെ ചെന്ന് യേശു ആരാന്നറിയാൻ വയ്യാത്ത ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ ഈ പാട്ടൊന്ന് പാടി. അതിരുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അതിരുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അതിരുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. വായിക്കുന്നുണ്ടോ? ഒച്ച എനിക്ക് കേൾക്കുന്നില്ല. അതൊന്ന് അടുത്ത് വരുന്ന അല്ലെങ്കിൽ തമിഴ് വായിക്കുന്നത് കേട്ടാൽ മതിയായിരുന്നു. ഒന്ന് സഹായിക്കും. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അനുകമ്പാർദ്രമാ ഹൃദയം തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും, അജഗണങ്ങളെ പാലിക്കുന്നവൻ എനിക്കായി കരുതിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അജഗണങ്ങളെ പാലിക്കുന്നവൻ
നിനക്കായി കരുതിടുന്നു. നിന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഓ ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളിലോ ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, ദൈവസ്നേഹത്തിൻ്റെ ആഴം ഒറ്റ സംഭവം കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ ഒരു വീട്ടിൽ നടന്ന ഒരു ആക്സിഡൻറ്റ്, അതൊരു വലിയ ഇൻസിഡൻ്റ് ആയിരുന്നു. ബാംഗ്ലൂരിൽ വെച്ച് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയ ഒരു സഹോദരൻ വളരെ പെട്ടെന്ന് അപകടത്തിൽപ്പെട്ടു. അദ്ദേഹം അബോധാവസ്ഥയിലായിപ്പോയി. അദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ വർഷങ്ങൾ ചികിത്സിച്ചു. ആദ്യം അദ്ദേഹം അപകടത്തിൽപ്പെട്ട സമയം ദീർഘദിവസങ്ങൾ ബോധം നഷ്ടപ്പെട്ടവനായി കിടന്നു. ഡോക്ടേഴ്സ് വെല്ലൂരിൽ ട്രീറ്റ്മെൻറ്റിൽ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല. അവസാനം ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, മാതാവേ, നിങ്ങളുടെ മകനുമായി വളരെ ഇൻറ്റിമേറ്റായിട്ട് ഇടപെടുന്ന ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു യെസ്. അദ്ദേഹം ചോദിച്ചു, ആരാണത്? എൻ്റെ രണ്ടാമത്തെ മകനാണ് ഇത്. എനിക്ക് മൂത്തൊരു മകനുണ്ട്, അവന് ലീവ് കിട്ടുന്നില്ല UK നിന്ന്. അവൻ എത്രയും വേഗം ജോലി രാജിവെച്ചിട്ടാണെങ്കിലും വരും. പറഞ്ഞേ അമ്മ, ഇത് പറഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് അവനോട് വരാൻ പറ. ചിലപ്പോൾ ആ ശബ്ദം കേട്ടാൽ അനിയന് ബോധം വരും. ഫ്രൈസ് ദ ലോർഡ്. വളരെ പെട്ടെന്ന് ജോലി രാജിവെച്ചിട്ട് UK നിന്ന് അവൻ ഓടിയെത്തി. അനിയൻ്റെ കിടപ്പ് കണ്ടപ്പോൾ കൂടപ്പുറപ്പിന് പിടിച്ചിട്ട് കിട്ടിയില്ല. ഹൃദയം തകർന്ന അനിയനെ വിളിക്കുന്നൊരു പെറ്റ് നെയിമുണ്ട്. ഇത് വിളിക്കുകയും അനിയൻ ചാടി എഴുന്നേൽക്കുകയും ഒരുപോലെയായിരുന്നു. മനുഷ്യന് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹം അതിനേക്കാൾ അപ്പുറമാണെന്ന് ഞാൻ കൈമാറിയാൽ ആ കൈയൊന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നതിൽ തെറ്റില്ല. സന്തോഷത്തോടെ ആരെയും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അപ്പുറം നോക്കണ്ട ഇപ്പുറം നോക്കണ്ട. ആ കൈയൊന്ന് സ്നേഹത്തോടെ അടിച്ച്, സഹോദര, മനുഷ്യൻ ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ, മൃഗത്തിന് പോലും സ്നേഹമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ചങ്കു തുറന്ന് നിന്നെ സ്നേഹിച്ച യേശുവിൻ്റെ ആ സ്നേഹം സാക്ഷാൽ നമ്മുടെ വേദനകളെ ചുമന്ന യേശു വരിക. എങ്ങനെയാണ് അവൻ വേദന ചുമന്നത്? ആരുടെയെങ്കിലും അടുക്കിലേക്ക് ചെന്ന് ഞാൻ നിന്റെ വേദന ചുമന്നതാ കേട്ടോ എന്ന് പറഞ്ഞവനാണോ അവൻ? നോ, ഒരിക്കലുമല്ല. നസ്രായനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. 33.5 വയസ്സിൽ അവൻ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. ഞാൻ ചില മിനിറ്റ് കൊണ്ട് അവൻ്റെ വേദനയെക്കുറിച്ചൊന്ന് പറയാം. അവനെ കൊല്ലുവാൻ, വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ വേണ്ടി മതകോടതികൾ മാറി വിസ്തരിച്ചു. അവസാനം പ്രതിക്കൂട്ടിൻ്റെ അകത്ത് അഴിയെണ്ണിക്കൊണ്ട് നിൽക്കുന്ന പ്രതിയെപ്പോലെ യേശു കർത്താവ് നിൽക്കുന്ന സമയത്ത് യേശുവിനെ വിസ്തരിച്ച് വിധിക്കുകയാ. വധശിക്ഷയ്ക്കല്ല, 39 പ്രാവശ്യം അവൻ്റെ പുറം തല്ലിക്കീറുവാൻ. ഒരു സേഫ്റ്റി പിൻ കയ്യിൽ കൊണ്ടാൽ വേദന സഹിക്കില്ലെങ്കിൽ, നടന്നു പോകുമ്പോൾ കാലൊന്ന് തട്ടിയാൽ അമ്മേ അയ്യോ എന്ന് അലറുന്നവൻ ആ മനുഷ്യനെങ്കിൽ, അല്പം പോലും വേദന നിനക്ക് സഹ്യമല്ലെങ്കിൽ വരിക. വേദന ചുമന്നവനെ ഞാൻ പരിചയപ്പെടുത്താം. ധരിച്ച വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഇതുപോലെ നാട്ടിക്കെട്ടിയ തൂണിൻ്റെ അടുക്കിലേക്ക് നസ്രത്തുകാരനെ കൊണ്ടുവന്ന് വില്ല് പോലെ വളച്ചു നിർത്തി റോമൻ ചാട്ടവാർ കയ്യിൽ പിടിച്ച്, ഇരുമ്പ് ചൂണ്ടകളും മുൾക്കൊളുത്തുകളും അസ്ഥി കഷണങ്ങളും വെച്ച് കെട്ടിയ റോമൻ ചാട്ടവാർ കയ്യിൽ പിടിച്ചുകൊണ്ട് റോമൻ പട്ടാളക്കാർ തല്ലിക്കീറുവാൻ കയ്യിൽ ചാട്ടയുമായി നിൽക്കുമ്പോൾ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ വന്ന് കാര്യങ്ങൾ നോക്കി. യേശുവിനെ 2 കൈയും ചേർത്ത് കെട്ടിയിരിക്കുകയാ, വില്ല് പോലെ വളച്ചു നിർത്തിയിരിക്കുകയാ. പട്ടാളക്കാർ കയ്യിൽ ചാട്ടയും കയ്യിൽ പിടിച്ച് നിൽക്കുക. നമ്പർ 1 എന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചാൽ അടി ഉറപ്പാണ്. വളരെ പെട്ടെന്ന് സീനിയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നമ്പർ 1, ഒന്നാമത്തെ ശബ്ദം. അവർ ആ ചാട്ടവാർ കയ്യിലെടുത്തു, യേശുവിൻ്റെ പുറത്തേക്ക് ആഞ്ഞൊന്ന് അടിച്ചു. ആ ചാട്ടവാർ യേശുവിൻ്റെ പുറത്ത് എന്ന് പതിച്ചു. ആ ചാട്ട തിരിച്ചു വലിക്കുമ്പോൾ ചൂണ്ടയിൽ
മത്സ്യം കുരുങ്ങി, ചൂണ്ടയിൽ മത്സ്യം കുരുങ്ങി വെള്ളത്തിൽ നിന്ന് കരക്കേക്ക് മത്സ്യം വരുന്നത് പോലെ ഇരുമ്പ് ചൂണ്ടകളും അസ്ഥി കഷ്ണങ്ങളും ആ മാംസത്തിലൊന്ന് ഉടക്കി വലിച്ചിട്ട് പോരുന്നില്ല. മറ്റൊരു പട്ടാളക്കാരനും കൂടി ചേർന്ന് ആ ചാട്ടയിലൊന്ന് പിടിച്ച് ആ ചാട്ടവർ തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറഞ്ഞു വരാൻ തുടങ്ങി. അടുത്ത ശബ്ദമാണ് നമ്പർ 2. രണ്ടാമത്തെ പട്ടാളക്കാരൻ യേശുവിൻ്റെ പുറത്തേക്കൊന്ന് അടിച്ചു. സഹോദര, പറയാൻ എനിക്ക് എളുപ്പമാണ്, സഹോദര കേൾക്കാൻ നിങ്ങൾക്കും എളുപ്പമാണ്. പക്ഷേ അവൻ നിൻ്റെ വേദന ചുമക്കുകയായിരുന്നു. അവൻ നിൻ്റെ വേദന ചുമക്കുകയായിരുന്നു. ആ പട്ടാളക്കാരൻ രണ്ടാമത് അവനെ തല്ലി ചാട്ട തിരിച്ചു വലിച്ചു. ഇരുമ്പ് ചൂണ്ടകളും മുൾക്കൊളുത്തുകളും യേശുവിൻ്റെ മാംസത്തെ വലിച്ചു പറിച്ചു. മൂന്നാമത് അവർ അടിച്ചു, ചാട്ട തിരിച്ചു വലിച്ചു, മാംസം പറഞ്ഞു വരാൻ തുടങ്ങി. നാലാമത് അവർ അടിച്ചു, ചാട്ട തിരിച്ചു വലിച്ചു, ഇരുമ്പ് ചൂണ്ടകളും മുൾക്കൊളുത്തുകളും ആ മാംസത്തെ വലിച്ചു പറിച്ചു. അഞ്ചാമത്തെ അടി യേശുവിൻ്റെ പുറത്തേക്ക് അവർ അടിച്ചു, ചാട്ട തിരിച്ചു വലിച്ചു, മാംസം പറയുകയാ. ആറാമത്തെ അടി യേശുവിൻ്റെ പുറത്തേക്ക് അവർ അടിച്ചു, ചാട്ട തിരിച്ചു വലിച്ചു, മാംസം പറയുകയാ. ഏഴാമത്തെ അടി യേശുവിൻ്റെ പുറത്തേക്ക് അവർ അടിച്ചു, മാംസം പറഞ്ഞു വരികയാ, ചാട്ട തിരിച്ചു വലിക്കുമ്പോൾ എട്ടാമത് പട്ടാളക്കാർ അവനെ തല്ലി ഇട്ട് തല്ലുകയാ. സഹോദരിമാരെ, ഇന്നൊക്കെയല്ലേ വാഷിംഗ് മെഷീൻ. അന്നൊക്കെ പണ്ട് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും കാലത്തൊക്കെ വസ്ത്രം കല്ലിൽ തല്ലി അലക്കുകയല്ലായിരുന്നു. വസ്ത്രം കല്ലിൽ തല്ലി അലക്കുന്നതിനേക്കാൾ കഷ്ടമായി യേശുവിൻ്റെ പുറത്തേക്ക് അവർ എട്ടാമത് അടിച്ചു. ചാട്ട തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറയാൻ തുടങ്ങി. സഹോദര, സഹോദരി, ഈ വേദനയെല്ലാം സഹിച്ചത് ആർക്ക് വേണ്ടിയെന്നറിയാമോ? നിനക്ക് വേണ്ടിയായിരുന്നു. നിനക്ക് വേണ്ടിയായിരുന്നു. നിനക്ക് വേണ്ടി യേശുവിനെ അടിച്ചു. 12ാമത് 13ാമത് ഇറച്ചിക്കടയുടെ മുമ്പിൽ ചെന്ന് നീണ്ടു കിടക്കുന്ന ഇറച്ചിത്തുണ്ടത്തെ നോക്കി 1 കിലോ ഇറച്ചി എന്ന് പറയുമ്പോൾ ഇറച്ചി വെട്ടുകാരൻ തികഞ്ഞ ലാഘവത്തോടുകൂടെ 1 കിലോ ഇറച്ചി വെട്ടിയ തടിയിൽ വെച്ച് വെട്ടി അരിഞ്ഞ് പായ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് പോലെ 13ാമത് അവർ യേശുവിൻ്റെ പുറത്തേക്ക് അടിച്ചു. ചാട്ട തിരിച്ചു വലിച്ചു. സഹോദര, രോഗത്തിന് ജാതിയില്ല, രോഗത്തിന് മതമില്ല. മരണത്തിന് ജാതിയില്ല, മരണത്തിന് മതമില്ല. ക്യാൻസറിന് ജാതിയില്ല കേട്ടോ, ക്യാൻസറിന് മതമില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ പരിചയപ്പെടുത്തുന്ന യേശു മുഖം നോക്കുന്നവനല്ല, തൊലിയുടെ നിറം നോക്കുന്നവനല്ല. നീ ഉന്നത കുടുംബത്തിലാണോ ജനിച്ചതെന്ന് നോക്കുന്നവൻ അല്ല. രക്തം ശരീരത്തിൽ ഓടുന്നവനാണോ നീ? നിനക്ക് വേണ്ടി യേശു അടിയേൽക്കുകയായിരുന്നു. ഇന്ന് രാത്രി ആരും എനിക്കില്ല എന്നൊരു ചിന്ത വെച്ച് പുലർത്തുന്ന ഒരാൾ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ ചിന്ത ക്യാൻസൽ ചെയ്തേര്. നിനക്ക് വേണ്ടി ഒരാളുണ്ട്, അവൻ്റെ പേരാണ് യേശു. 14ാമത് ശബ്ദം, 15ാമത് അടി, 16ാമത് അടി, 17ാമത് അടി ചാട്ടുകൊണ്ട് അവർ അവനെ അടിച്ചു. ചാട്ട തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറഞ്ഞു വരികയാ. 18, 19, 20, 21 അവർ അവനെ തല്ലി കേട്ടോ. 22 സഹോദര, അവർ അവനെ തല്ലി കേട്ടോ. യേശുവിനെ അവർ ചാട്ട കൊണ്ട് തല്ലി. എന്തിനേറെ ഞാൻ വിശദീകരിക്കുന്നു. 39ാമത് അടി അവർ എൻ്റെ യേശുവിൻ്റെ പുറത്തേക്ക് അടിച്ചു. ആ ചാട്ട തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറഞ്ഞു വരികയാ. എന്തിനാണെന്നറിയാമോ? അവൻ ഈ വേദനകളെല്ലാം അനുഭവിച്ചത് എന്തിനു വേണ്ടി അവനിതെല്ലാം ഏറ്റു സഹോദര? മറ്റാർക്ക് വേണ്ടിയല്ല, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ. നിന്നെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ തത്വസംഹിത ഒത്തിരി എഴുതിത്തരാൻ ഒത്തിരി ആൾക്കാർ കാണും. പക്ഷേ തത്വസംഹിത എഴുതി തന്നിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞവനെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. അവൻ്റെ ചങ്കിലെ ചോര മുഴുവൻ നിനക്ക് വേണ്ടി ഒഴുക്കി. അവൻ്റെ ശരീരം മുഴുവൻ തല്ലി തല്ലി കീറിയ അവൻ അനുഭവത്തിൽ അലറിക്കരഞ്ഞവൻ, നിനക്ക് വേണ്ടി ദാഹിച്ചവൻ. ഇന്ന് രാത്രി അവൻ്റെ പേരത്രേ നസറായനായ യേശു. പ്രാർത്ഥിക്കുന്നവർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ആ യേശു അവരെ വിടുവിച്ചത് കൊണ്ടാണ്. പാസ്റ്ററെ, ഞാൻ ഇത്രയും പാപം ചെയ്തു, ഞാൻ ഇത്രയും കൊള്ളരുതായ്മ ചെയ്തു, എന്നെ ആരും വീട്ടിൽ പോലും കയറ്റുകയില്ല, അത്രയും തകർന്നവനാ ഞാൻ. യേശു എന്നെ സ്നേഹിക്കുമോ? ഉറപ്പാ സഹോദര, യേശു നിന്നെ സ്നേഹിച്ചിരിക്കും. യേശു നിന്നെ സ്നേഹിച്ചിരിക്കും. ആർക്കും നിന്നെ വേണ്ടെങ്കിലും ഇന്ന് രാത്രി വേദന ചുമന്ന യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുകയാ. നിന്റെ തൊട്ടേ അടുക്കൽ വന്ന് നിൽക്കുകയാ. ഇരുട്ടല്ല, പിശാചല്ല, മന്ത്രവാദമല്ല, ആഭിചാരമല്ല, നിന്നെ തകർക്കാനുള്ള പൈശാചിക ശക്തിയല്ല. ആ കൈയിലേക്ക് നീ ഇന്ന് നോക്കിക്കേ. നിനക്ക് വേണ്ടി ആണി അടിക്കപ്പെട്ട അരുമനാഥനാകുന്ന യേശുവിൻ്റെ കരം നിന്റെ തൊട്ടേ അടുക്കലുണ്ട്. ഞാൻ ഈ സമയം ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. ആ യേശു ഇന്ന് രാത്രി നിന്നെ വിടുവിക്കാൻ നിന്റെ തൊട്ടേ അടുക്കൽ വന്ന് നിൽക്കുകയാ. ഏത് കൊടിയ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടാലും, സ്വന്തം തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന അപ്പനമ്മമാർ ഒരുപക്ഷെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം. അവരുടെ ഭാവിയോർത്ത് ഭാരപ്പെടുന്നവർ വന്നിട്ടുണ്ടായിരിക്കാം. വിവാഹം കഴിച്ച
തിരിച്ചയക്കാൻ കയ്യിൽ പണമില്ലായികയാൽ ഉള്ളം തകരുന്ന അമ്മമാർ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം. ഭവനത്തിൻ്റെ പണിയോർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ വന്നിട്ടുണ്ടായിരിക്കാം. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ എന്നും കുന്നും രോഗം 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 രോഗമെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവർ ഇവിടെ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് രാത്രി നിന്നോട് പേരെന്താണ്, വയസ്സെത്രയുണ്ട്, വീട്ടിൽ ആസ്തി എത്രയുണ്ട് എന്നൊന്നും ചോദിക്കാതെ, മകനെ മകളെ എന്നെ ഒന്ന് വിശ്വസിക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കാൻ ഒരേ ഒരാളെ വന്നിട്ടുള്ളൂ. അവൻ്റെ പേരെത്ര? യേശു. ഇന്ന് രാത്രി ഞാൻ ആ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എത്ര പേർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? എനിക്കൊരല്പസമയം പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ് ഈ രാത്രി ഇവിടെ സൗഖ്യം സംഭവിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്? ഒരുപക്ഷെ ഈ ഗാന്ധി പാർക്ക് നീ ആശ്വാസം പ്രാപിപ്പാൻ വന്നതായിരിക്കാം. മഴയില്ലാത്തൊരു അന്തരീക്ഷം, ശബ്ദകോലാഹലങ്ങളില്ലാത്തൊരു അന്തരീക്ഷം, സമാധാനപരമായി ഇരിക്കാമെന്ന് ഓർത്തപ്പെടാം. വളരെ പെട്ടെന്ന് അല്പ ശബ്ദത്തോടു കൂടെ എന്തോ ഇവിടെ സംഭവിക്കുന്നു. എന്തോ അല്ല സഹോദര, ഇന്ന് രാത്രി നിന്നെ വിടിവിക്കുന്ന യേശുവിൻ്റെ സ്നേഹം. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാമോ? നാം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അല്ല, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കേണ്ട, നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. അതാതിടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എനിക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് പാസ്റ്ററെ എന്നുള്ളവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശു നിങ്ങളെ വിടിവിപ്പാൻ ശക്തനാകുന്ന ദൈവമാണ്. അവൻ്റെ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹമാണ്. പാസ്റ്ററെ, ഇന്ന് രാത്രി ഞാൻ ഭാരപ്പെട്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത്, ഞാൻ വേദനിച്ചാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഒരു പിതാവ് ഇവിടെ കൈകൂപ്പി വന്നിരിപ്പുണ്ട്. ആ പിതാവിൻ്റെ പ്രാർത്ഥനാ വിഷയം എനിക്കറിയില്ല, ആ വിഷയം എനിക്കറിയില്ല. പക്ഷേ ഇന്ന് രാത്രി അറിയാവുന്നവൻ നമ്മുടെ നടുവിൽ ഈ രാത്രി വന്നിട്ടുണ്ട്. അവൻ്റെ പേരെത്ര? നസ്രായനായ യേശു. നസ്രായനായ യേശു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഹൃദയം തുറന്ന് ആ യേശുവിനോടൊന്ന് സംസാരിക്കാൻ കഴിയും? പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉള്ളതിനാൽ ദയവ് ചെയ്തവർ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ രാത്രി ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ കരങ്ങളെ കൊടുക്കുകയാണ്. എൻ്റെ ഹൃദയങ്ങളെ ഞാൻ യേശുവിന് കൈമാറുകയാണ്. എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്നുള്ളവർ ദയവായ വലങ്കരം സ്വർഗത്തിലേക്ക് ഉയർത്തി കാണിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി കാണിച്ചാട്ടെ. എന്ത് വിഷയമാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ സൗഖ്യമാക്കിയ ദൈവം നിങ്ങളെയും വിടിവിപ്പാൻ ശക്തനാകുന്ന ദൈവമാണ്. പല കരങ്ങൾ ഉയരുന്നത് ഞാൻ കാണുന്നുണ്ട്. ധാരാളം കരങ്ങൾ ദൈവം മുമ്പിലാണ് ഉയർത്തുന്നത്. നിങ്ങൾ ഈ പാസ്റ്ററിന്റെ മുമ്പിലല്ല കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എനിക്കറിയാം, ഇതൊരു കൺവെൻഷൻ സ്റ്റേജ് അല്ല, ഇതൊരു കൺവെൻഷൻ പന്തലുമല്ല, ഇതൊരു പെന്തക്കോസ്ത് ചർച്ചിന്റെ ആരാധനാലയമല്ല. ഈ പബ്ലിക് സ്ഥലത്ത് നിന്നുകൊണ്ട് ഇത്രയും കരങ്ങൾ ഉയരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി നിങ്ങളെ തൊടുകയാണ്. അപ്പനില്ലാത്ത പിള്ളേർ ഇവിടെ കാണാം, അമ്മയില്ലാത്ത പിള്ളേർ ഇവിടെ കാണാം, വിധവമാരായ സഹോദരിമാർ ഇവിടെ കാണാം, അത്താണിയായ ഭർത്താവ് നഷ്ടപ്പെട്ടതോർ തലറി കരയുന്ന ഭാര്യമാർ ഇവിടെ കാണാം, മക്കൾ നഷ്ടപ്പെട്ട അപ്പനമ്മമാർ ഇവിടെ കാണാം. നിന്റെ കണ്ണ് കാണുന്നവൻ ഈ രാത്രി നിങ്ങളെ വിളിക്കുകയാണ്. ആ കൈ ഉയർത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ കൈ ഉയർത്തവർ എൻ്റെ അടുക്കിലേക്കൊന്ന് വരാമോ? പ്ലീസ്, നടന്ന് എൻ്റെ അടുക്കിലേക്കൊന്ന് വരാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എന്നിവിടെ ആൾക്കാരെ വിളിച്ചാലും ഓടി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സന്തോഷത്തോടെ മുമ്പിലേക്കൊന്ന് വാ. തിരുവനന്തപുരക്കാരോ എഴുതിയ പാട്ടാണ് ഞാനിപ്പോൾ പാടിയത്. തിരുവനന്തപുരക്കാർ ആരാണെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരക്കാർ ഓപ്പോസിഷൻ ചെയ്യുന്ന വരിയാണത്. അതുമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നും അറിയാം. കണ്ണനാട് നടുവിൽ ഏകസായി പൊന്മുഖം, അതെന്റെ യേശുവിന്റെ മുഖമാണ്. മറ്റാർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഓടി മുമ്പിലേക്ക് വാ. ഞാൻ ഇവിടെ നിങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. യേശുവിന്റെ രാത്രി നിങ്ങളെ വിളിക്കുകയാണ്. ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ രാത്രി മരണമാണോ വീട്ടിൽ സംഭവിച്ചത്, വേറെ ദുഃഖമാണോ വീട്ടിൽ സംഭവിച്ചത്, മക്കളുടെ തിരോധാനമാണോ, ഭർത്താവിന്റെ മദ്യപാനമാണോ, യേശുവിന്റെ രാത്രി നിങ്ങളെ വിളിക്കുകയാണ്. യേശു നിങ്ങളെ ഇന്ന് രാത്രി വിളിക്കുകയാണ്. യേശു നിങ്ങളെ ഇന്ന് രാത്രി വിളിക്കുകയാണ്. യേശു നിങ്ങളെ ഇന്ന് രാത്രി വിളിക്കുകയാണ്. 1000 സൂര്യന്റെ തേജസ് പോലെ ശോഭിക്കുന്ന യേശുവിന്റെ പൊന്നുകൾ ഇന്ന് രാത്രി നിങ്ങളെ തൊടുവാൻ പോയാൽ, മാനസികമായ വേദനയാൽ ഭാരപ്പെടുന്നവർ, മാനസികമായ രോഗമെന്നിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഈ രാത്രി നിന്നെ സൗഖ്യമാക്കാൻ യേശു ഇവിടെയുണ്ട്. Bye.
വെക്കട്ടെ. ഒരു ഗതിയില്ലാതിരുന്ന ഞങ്ങളെ, ഒരു വഴിയില്ലാതിരുന്ന ഞങ്ങളെ, കൂലിപ്പണി ചെയ്യുന്ന അപ്പനും അമ്മയും അഹോരാത്രം അധ്വാനിച്ച് പണിയെടുത്ത് വളർത്തിയ പിള്ളേരിൽ ഒന്നാകട്ടോ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്നത് പാടുമ്പോൾ ഒരു യോഗ്യതയില്ലാതിരുന്ന എന്നെ സ്നേഹിച്ച സ്നേഹം അത് യേശുവിൻ്റെ സ്നേഹമാണ്. യേശുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം ഇന്ന് രാത്രി പലരെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പലരും ഇവിടെ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു നിങ്ങളെ തൊടാൻ പോകുകയാണ്. നിങ്ങളുടെ കൈയുടെ ആ ബുദ്ധിമുട്ട് മാത്രമല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ട്, നിങ്ങളുടെ ഹൃദയത്തിനും ഒത്തിരി ബുദ്ധിമുട്ടില്ലേ, യേശു എന്ന് നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യം, ഇവിടെ നിൽക്കുന്നവരാരും ചിരിച്ചുകൊണ്ടല്ല നിൽക്കുന്നത്, കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്, കണ്ണു നിറഞ്ഞാണ് നിൽക്കുന്നത്. ഈ രാത്രി കണ്ണു നിറഞ്ഞെന്ന് കാണുമ്പോൾ കൈവിടാത്ത ഒരു കർത്താവ് ഇവിടെ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കും? എനിക്കൊരു സന്തോഷമുണ്ട്. ഇവിടെ ദൈവമക്കളായിട്ട് ഒത്തിരി പേർ വന്നിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നിങ്ങളും കൂടി മുമ്പിലേക്ക് വരണം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ ചെറുപ്പക്കാർ പലരും വന്ന് നിൽപ്പുണ്ട്. ഇവരൊക്കെ നാളത്തെ സുവിശേഷ രണാങ്കണ ഭൂമിയിൽ യേശുവിന് വേണ്ടി ജീവൻ ബലിയാടാക്കേണ്ടവരാണ്. യേശുവിന് വേണ്ടി ചില ചെറുപ്പക്കാരെ ഇന്ന് രാത്രി കർത്താവ് അപ്പോയിന്റ് ചെയ്യുന്ന രാത്രിയാണ്. ഈ രാത്രി യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. എല്ലാവരും യേശുവിന് നന്ദി പറയുക. എല്ലാവരും വായി തുറന്ന് പറയും, യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും വായി തുറന്ന് യേശുവിന് നന്ദി പറയുക, യേശുവിന് നന്ദി പറയുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഈ രാത്രി അവന്റെ പ്രസൻസ് ഇവിടെ വ്യാപരിക്കുന്ന പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ഹിയർ. അവിടുത്തെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ നടുവിൽ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ഭാവിയെ ഓർത്ത് തകർന്ന ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി യേശു നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. നിങ്ങളുടെ ക്യാൻസർ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ട്യൂമർ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കാൻ പോകുകയാണ്. വഞ്ചനയോ ചതിവോ ഉള്ളവർ അനുഭവിച്ചവർ ഇതിനകത്ത് വന്നെങ്കിൽ, കൂട്ടുകാരാൽ ചതിക്കപ്പെട്ടു, ആമേൻ 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 ആമേൻ, ഫ്രണ്ട്സിനാൽ വഞ്ചിക്കപ്പെട്ടവർ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് യേശു നിന്നെ തൊടാൻ പോകുകയാണ്. മദ്യപാനം മാറ്റാൻ കഴിയാതെ ആമേൻ ഉദരം തകർന്ന് തരിപ്പണമായി ജീവിതം ഉടയുന്ന ഒരാൾ നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ രാത്രി നിന്റെ മദ്യപാനത്തിൽ നിന്ന് യേശു നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. Thank you, Holy Spirit of God. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ഇന്ന് രാത്രി ഈ രാത്രി എന്നെ തന്നെ നിന്റെ കയ്യിൽ തരികയാണ്. യേശുവേ, എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ. യേശുവേ, എന്നെ നിന്റെ മകളാക്കണമേ, എന്നെ നിന്റെ മകനാക്കണമേ. യേശുവേ, എന്റെ പാപത്തെ നിന്റെ രക്തം കൊണ്ട് കഴുകണമേ. യേശുവേ, എന്റെ പിന്മാറ്റത്തെ ക്ഷമിക്കണമേ. യേശുവേ, എന്നെ സൗഖ്യമാക്കണമേ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങൾ നിന്റെ അകത്തുണ്ടെങ്കിൽ, വിവാഹം കഴിച്ച് പല നാളുകളായി തലമുറകളില്ല, കുടുംബം ഒരു നിലയിൽ എത്തിയിട്ടില്ല, ഉള്ള മുടങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ സമയം വരുമ്പോൾ ഒരു തലമുറയെ അണയ്ക്കുവാനുള്ള ഭാഗ്യ യേശു നിനക്ക് തരാൻ പോകുകയാണ്. ഓ, എന്റെ യേശു നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശു നിന്നെ തൊടുകയാണ്. ഓ, കടഭാരം പേറിയവർ നിന്റെ അകത്തുണ്ട്. ആമേൻ ആമേൻ. ഒരു വഴിയില്ലാതെ ജീവിതം ആത്മഹത്യ കൊണ്ട് തീർന്നേ മതിയാകൂ എന്ന് പിശാചിന്റെ താലയിൽ മുദ്ര ഇന്ന് രാത്രി യേശു അഴിച്ചു മാറ്റുകയാണ്. എന്റെ കൂടെ പഠിച്ച പല സഹോദരങ്ങളും കേറിപ്പോയി, പലരും പല രാജ്യത്തെത്തി. ഞാൻ ഇന്നും തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു നിലയിൽ എത്താതെ തീരമണയാതെ ഞാൻ ഉള്ള മുഴുകുകയാണ് എന്നോർത്ത് ഭാരപ്പെടുന്ന സഹോദര, കേറിപ്പോയവർ പോട്ടെ. ഈ രാത്രി യേശു നിന്നോട് പറയുന്നു, അവരെക്കാൾ ഉന്നതമായ ലെവലിൽ നിന്നെ എത്തിക്കാൻ എന്റെ യേശു തയ്യാറത്രേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തി ഇവിടെ ഇറങ്ങുന്നത് ഞാൻ അറിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ സൗഭാഗ്യമാകട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ. ചോദ്യം കൊണ്ട് നീ ഉടഞ്ഞുപോയി. ഇങ്ങനെ ഒരു കെട്ടിയോനെ ആണല്ലോ എനിക്ക് കിട്ടിയതെന്ന് തല കൈവച്ച് പ്രാഗിയില്ലേ ഭാര്യ. പക്ഷെ ഇന്ന് രാത്രി നീ ഒരു അനുഗ്രഹമായി മാറാൻ പോകുകയാ. നീ ഒരു അനുഗ്രഹമായി മാറാൻ പോകുകയാ. യേശു പറയുന്നു, നീ ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്നു. വഴിയെല്ലാം അടഞ്ഞ നിരാശയിൽ
പോയി മരിച്ചാലോ എന്ന് പോലും കരുതിയ നിന്നെ ഇന്ന് രാത്രി ഗാന്ധി പാർക്കിലെ യോഗത്തിൽ കൂടി യേശു വിളിക്കുകയാ. ഞാൻ കണ്ണുനീർ തുടച്ചു തരാം, കണ്ണീരെല്ലാം തുടയ്ക്കൂ, കൺമണി പോലെ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കൂ, കൺമണി പോലെ കാക്കും, പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടുന്ന പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടുന്ന യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ കണ്ണീരെല്ലാം തുടയ്ക്കൂ, കൺമണി പോലെ കാക്കൂ, കണ്ണീരെല്ലാം തുടയ്ക്കൂ. എല്ലാവരും മുമ്പിലേക്ക് വന്ന് ഇന്ന് രാത്രി ഇവർ വിടുവിക്കപ്പെടുക. ഈ മകനൊക്കെ ഒരു വലിയ ഭാവിയുടെ വഴി തുറക്കാൻ പോവുകയാണ്. ഓ കണ്ണീരെല്ലാം തുടയ്ക്കൂ, കൺമണി കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടുന്ന പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടുന്ന യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ ഓരോരുത്തരെ അവൻ കരുതുകയാണ്, ഓരോരുത്തരെ അവൻ തൊടുകയാണ്, ഓരോരുത്തരെ അവൻ സ്നേഹിക്കുകയാണ്. അവരെല്ലാം ജനത്തെയും തൊടുന്ന രാത്രിയാണ്. കരയുന്നവർക്കായി സ്തോത്രം. ഇവിടെ വന്ന് നിൽക്കുന്നവരെല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ വന്ന് നിൽക്കുന്നവരെല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, ഉറക്കം പ്രാർത്ഥിക്കുക. യേശുവേ, ഉറക്കം പ്രാർത്ഥിക്കുക. യേശുവേ, ഓ അത് വിളിക്കുന്ന ഹൃദയത്തിൽ നിന്നായിരിക്കണം. പ്രാർത്ഥിക്കുക. യേശുവേ, ഇപ്പോൾ തന്നെ ഞാൻ എന്നെ മുഴുവനുമായി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിന്റെ കരങ്ങളിലേക്ക് ഉറക്കം പ്രാർത്ഥിക്കുക, ഏൽപ്പിക്കുകയാണ്. യേശുവേ, എന്റെ പാപം ഞാൻ നിന്നോട് ഏറ്റു പറയുന്നു. യേശുവേ, എന്റെ മുഴുവൻ പാപവും
എന്നെ കഴുകണമേ. ഈ ശബ്ദം സനൽകുമാറിന്റെ ശബ്ദമാണ്. ശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരിക്കുന്ന ഒരു യേശു. ആ കരം അടിച്ച് അവന് നന്ദി പറഞ്ഞാട്ടെ. എല്ലാവരും വായിക്കുന്നു, പ്രാർത്ഥിക്കുക യേശുവേ, ഉറക്കെ പ്രാർത്ഥിക്കുക യേശുവേ. എന്റെ ഹൃദയം, എന്റെ ഹൃദയം പ്രാർത്ഥിക്കുക. എന്റെ ഹൃദയം ഞാൻ നിനക്കായി തുറക്കുകയാ. ഇപ്പോൾ തന്നെ വായിക്കുന്നു, പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ഉറക്കെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. നീ വന്നതിനായി സ്തോത്രം. ഉറക്കെ നീ വന്നതിനായി സ്തോത്രം. എന്നെ മകനാക്കിയതിനായി സ്തോത്രം. എന്നെ മകളാക്കിയതിനായി സ്തോത്രം. എല്ലാവരും ചേർന്ന് പറ ആമേൻ. ചേർന്ന് പറ ആമേൻ. ഏറ്റവും അവസാനം ഓരോരുത്തർക്ക് കർത്താവിലേക്ക് വരുവാനുള്ള സമയം നോക്കി അതിൽ നിന്ന് നിങ്ങളെ വിടിവിക്കാൻ പോയാ. യേശു അതിൽ നിന്ന് നിങ്ങളെ വിടിവിക്കാൻ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അതിൽ നിന്ന് യേശു നിങ്ങളെ വിടിവിക്കാൻ പോവാ. അതുകൊണ്ട് നാം ഒരുമിച്ച് മനോഹരമാകുന്നൊരു വരി പാടി നാം ദൈവത്തെ ഒന്ന് ഹൃദയത്തിൽ നിന്ന് സ്തുതിക്കാൻ പോവാ. ആ വരി പാടുന്ന മനസ്സ് തുറന്നായിരിക്കണം. എണ്ണമില്ല പാപം എന്നിൽ നിന്ന് നീക്കാൻ, എന്നിൽ കനിഞ്ഞ നാമം അന്യനല്ല മേലെടുത്ത്, അന്യനെന്ന മേലെടുത്ത് എന്നിൽ നിന്ന് നീക്കിയ നാമം അത് യേശുവിന്റെ നാമം. എല്ലാവരും കരമുയർത്തി വിളിക്കുക ജീസസ്. ഒന്നുകൂടെ ഉറക്കിയെന്ന് വിളിച്ചേ. ഹല്ലേലൂയ. ഇത് പാടുമ്പോൾ കൈ അടിച്ചു വേണം പാടാൻ. ചേർന്ന കഴിയുന്ന തന്നെയാണ്.
പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഈ ജനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാം. എഴുതിച്ച പുസ്തകം നിന്നെ വിടുവിക്കാതിരിക്കത്തില്ല. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാണ്. ഇവിടെ ഒരു തീരുമാനക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോകുന്നു. ഇത് അഡ്രസ് എഴുതിയെടുക്കാനുള്ള നേരമൊന്നും കാണുകയില്ല. അതുകൊണ്ട് കാർഡുണ്ടെങ്കിൽ ഒന്ന് കൈമാറിയാട്ടെ. കൈവച്ചുകൊണ്ടിരിക്കാതെ ഫാസ്റ്റായിട്ട് കൈമാറിയാട്ടെ. അവരുടെ പേര്, അവരുടെ അഡ്രസ്സ്, PNG ചർച്ചുമായി നിങ്ങൾ ബന്ധപ്പെടണം. പാസ്റ്റർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എന്താ പോകരുത് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവുക. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവെ, നീ അവരെ തൊട്ടതിനായി സ്തോത്രം. ഈ രാത്രി അവർ പോകുന്നത് ഒറ്റയ്ക്കല്ല, യേശു അവരുടെ കൂടെ പോകുന്നതിനായി സ്തോത്രം. അവർ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ സമാധാനം ഉണ്ടാകട്ടെ. ഭർത്താവ് ചെന്ന് കയറുമ്പോൾ ഭാര്യയ്ക്ക് ഒരു സമാധാനം, അപ്പൻ ചെന്ന് കയറുമ്പോൾ അമ്മയ്ക്ക് ഒരു സമാധാനം, എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാകട്ടെ. കർത്താവേ, സ്വസ്ഥത ഉണ്ടാകട്ടെ. വൈരാഗ്യങ്ങൾ മാറട്ടെ, പക മാറട്ടെ, പിണക്കം മാറട്ടെ, കുടിപ്പകകൾ മാറട്ടെ, ആഭിചാരങ്ങൾ മാറട്ടെ, അസൂയ മാറട്ടെ, വൈരാഗ്യം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കൊലവിളി നടത്താനുള്ള പൈശാചിക ബന്ധനങ്ങൾ അത് യേശു മൂലം അഴിക്കുകയാ. മദ്യപാനങ്ങൾ മാറട്ടെ, ക്യാൻസർ മാറട്ടെ, ട്യൂമർ മാറട്ടെ, ക്യാൻസർ മരിക്കട്ടെ, ഈ ജനം ജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ അവരെ തൊട്ടതിനായി സ്തോത്രം. അവരുടെ വീട്ടിൽ നന്മ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നാളെ രാത്രി യോഗമുണ്ടല്ലേ? എന്നേക്കാൾ ശക്തനായ ദൈവത്തിൽ അഭിഷിക്കൽ നാളെ ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെ കൂടി വിളിച്ചുകൊണ്ട് വരണം. ഇതിനേക്കാൾ വലിയൊരു ദൈവപ്രവൃത്തി നാളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ ലീഫ് ദയവായി ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് പൂരിപ്പിക്കും. സ്വർഗ്ഗ പിതാവേ, ഈ അനുഗ്രഹിത രാത്രിക്കായി വീണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാദപീഠത്തിലെ തിരുവചനം കേൾപ്പാൻ ഈ ദേശത്തെ ദൈവം ഇടയാക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിയിൽ ഇവിടെ കർത്താവ് വിതച്ചതായ എല്ലാ വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് സാക്ഷാൽ ഞങ്ങളുടെ മാനസിക സൗഖ്യം തരുവാൻ, ഞങ്ങൾക്ക് ആത്മീയ സൗഖ്യം തരുവാൻ, ഞങ്ങൾക്ക് ശാരീരിക സൗഖ്യം തരുവാൻ യേശു മതിയായവനെന്ന് ഇന്ന് രാത്രിയിൽ അവിടുന്ന് കേൾപ്പിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, വചനം കേട്ട എല്ലാവരെയും മാനസികമായി അവിടുന്ന് വേദനകളിൽ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശാരീരിക രോഗങ്ങളിൽ നിന്ന് അവർക്ക് സൗഖ്യം പിന്നെയും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ തീരുമാനമെടുത്ത എല്ലാവർക്കായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരോടും കൂടെ അവിടുത്തെ സാന്നിധ്യം ഈ രാത്രിയിൽ പോകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ ഇന്ന് രാത്രിയിൽ ഉയർത്തുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ആ നാമം മാത്രമാണ് ജീവിപ്പിക്കുന്ന നാമമെന്ന്, സൗഖ്യമാക്കുന്ന നാമമെന്ന്, ആശ്വാസം പകരുന്ന നാമമെന്ന്, സമാധാനം തരുന്ന നാമമെന്ന് ഇന്ന് രാത്രികാലം എല്ലാ ഉള്ളങ്ങളെയും അവിടുന്ന് കേൾപ്പിച്ചതിനാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ വ്യക്തികളിലും, അവരുടെ കുടുംബങ്ങളിലും, അവരുടെ മാതാപിതാക്കളിലും, അവരുടെ തലമുറകളിലും ഈ ശക്തി ഇന്ന് രാത്രിയിൽ അവിടുന്ന് വ്യാപരിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ ചില മാറ്റങ്ങൾ കാണുവാൻ ദൈവം ഇടയാക്കണം. കേൾവിക്കാരായിരുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇതിനെ സംഘടിപ്പിച്ച സഭയെ അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് രാത്രിയിൽ വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസനായി പ്രാർത്ഥിക്കുന്നു. പിന്നെയും അവിടുന്ന് കടന്നു പോകുന്ന ഇടങ്ങളിൽ ശക്തമായി ഉപയോഗിക്കണം. ഇന്ന് രാത്രി മടക്കയാത്ര അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിവർത്തിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം പി ജോസഫിനോടുള്ള നന്ദി ദൈവസഭയുടെ പേരിലും ഈ മീറ്റിംഗിന്റെ പേരിലും അറിയിക്കുന്നു. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മെ ദൈവം അനുഗ്രഹിച്ചു. ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും പ്രാർത്ഥനയോടെ എല്ലാ വിഷയങ്ങളോടും ഇന്ന് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും ഇന്ന് ഐശ്വര്യമായ ദൈവജനം ഘോഷിച്ച കർത്താവിന്റെ ദാസനോടും ഭൂലോകമേമുള്ള വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.